ഹായ് ഹലോ. ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്ന പേപ്പറിലെ ഏറ്റവും അവസാനത്തെ 5ാമത്തെ യൂണിറ്റ് ആണ് ലാംഗ്വേജ് റിലേറ്റഡ് ഇഷ്യൂസ്. അപ്പം ഈ ഒരു യൂണിറ്റിൽ നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരു കോണ്ടന്റ് പഠിക്കുമ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് വരാം എന്നുള്ള ഒരു ഭാഗം അതിൽ വരുന്നുണ്ട്. പക്ഷെ ഇതിൽ ഒരു ബൈലിംഗ്വലിസം മുതൽ മൾട്ടി ലിംഗ്വലിസം ഇങ്ങനെ തുടങ്ങി ഓരോരോ ഡിസിപ്ലിൻസിൽ അതല്ലെങ്കിൽ ഓരോരോ സബ്ജക്റ്റുകളിൽ എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് എന്നുള്ള ആ ഒരു ഗൈഡ് ലൈൻസ് ആണ് ആക്ച്വലി ഈ ഒരു യൂണിറ്റിൽ പറയണത്. അപ്പം ഒരുപാട് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതല്ല ഈ ഒരു യൂണിറ്റിനെ നമ്മൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ മൊത്തമായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം. ഏതായാലും PPT-യിലേക്ക് പോവാണ്. വെൽക്കം ടു ദ യൂണിറ്റ് ലാംഗ്വേജ് റിലേറ്റഡ് ഇഷ്യൂസ് യൂണിറ്റ് 5. PPT കാണുന്നില്ലേ? റെഡി അല്ലേ? ഓക്കെ. അപ്പം ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈലിംഗ്വലിസം മുതലാണ്. അപ്പം ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച ടോപ്പിക്കുകളാണ്. ബൈലിംഗ്വലിസം എന്താണ്, മൾട്ടിലിംഗ്വലിസം എന്താണ്, അതിന് മുമ്പേ നമ്മൾ വേറൊരു ടേം പഠിച്ചിരുന്നു, ഓർമ്മ ഉണ്ടാവും? മൾട്ടിലിംഗ്വലിസം, ബൈലിംഗ്വലിസം, അതിന് പിറകിലുള്ള ഒരു ടോപ്പിക് എന്താ, ഒരു ടേം എന്താ? മോണോലിംഗ്വലിസം അല്ലേ? ഓക്കെ, നേരത്തെ പറയണ്ടേ, വേഗം വേഗം പറഞ്ഞാലേ അപ്രിസിയേഷൻ കിട്ടുള്ളൂ. അപ്പം മോണോലിംഗ്വലിസം നമ്മൾ നോക്കിയിരുന്നു, ഒരാള് ഒരു ലാംഗ്വേജ് ഉപയോഗിക്കാം. ദെൻ ബൈലിംഗ്വലിസം, ഒരാള് 2 ലാംഗ്വേജസ് ഉപയോഗിക്കാം. ദെൻ മൾട്ടിലിംഗ്വലിസം, ഒരാള് 2-ലധികം ഭാഷകൾ ഉപയോഗിക്കാം മീൻസ് അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിലൊരു ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് ബൈലിംഗ്വലിസം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞു പോവാണ്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് എന്താണ് ബൈലിംഗ്വലിസം, എന്താണ് മൾട്ടിലിംഗ്വലിസം, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ക്ലാസ് റൂം സ്ട്രാറ്റജി എന്താണ്, ഇതൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ വന്നതാണ്. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവും, കാരണം ഈ ഒരു ഇതിൽ വന്നത് കൊണ്ട് മാത്രം. സോ ബൈലിംഗ്വലിസം ഈസ് ദ എബിലിറ്റി ടു സ്പീക്ക് 2 ലാംഗ്വേജസ് ഫ്ലുവൻലി. ഒരാൾക്ക് 2 ഭാഷകൾ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ബൈലിംഗ്വലിസം. ആ ഒരു വ്യക്തിനെ വിളിക്കുന്ന പേരാണ് ബൈലിംഗ്വൽ. അദ്ദേഹം ബൈലിംഗ്വൽ ആണ് എന്ന് പറയാം. സോ മാസ്റ്ററി ഓഫ് 2 ലാംഗ്വേജസ് അറ്റ് നാറ്റീവ് ലൈക്ക് ലെവൽ, അഥവാ മലയാളം എങ്ങനെ സംസാരിക്കുന്നുവോ അതുപോലെ ഒരാൾക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ ഉറുദുവോ എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമെങ്കിൽ the person is called bilingual person. The system or the process is called bilingualism. Okay, അപ്പം ബൈലിംഗ്വലിസം 4 രൂപത്തിൽ നമ്മളിൽ ഉണ്ടാകാം എന്നുള്ളതാണ് താഴെ പറയുന്നത്. ഈ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഈ പോയിന്റ്സ് അന്ന് നമ്മൾ പറയാത്ത പോയിന്റ്സ് ആണ്. ഓക്കെ, 1 സൈമിൾട്ടേനിയസ് ബൈലിംഗ്വലിസം, 2 സീക്വൻഷ്യൽ ബൈലിംഗ്വലിസം, 3 ബാലൻസ്ഡ് ബൈലിംഗ്വലിസം, 4 സെമി ബൈലിംഗ്വലിസം. അപ്പം എന്താണ് സൈമിൾട്ടേനിയസ് ബൈലിംഗ്വലിസം? ഇത് ഏറ്റവും ഷോർട്ടാക്കി ഏറ്റവും ബ്രീഫാക്കി അതല്ലെങ്കിൽ പ്രിസൈസ് ആക്കി കൊടുത്ത പോയിന്റ് ആണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എക്സ്പോഷർ ടു ലാംഗ്വേജ് ഫ്രം ബർത്ത്, ഒരാള് ജന്മം മുതൽ അതല്ലെങ്കിൽ ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ തന്നെ 2 ലാംഗ്വേജസ് ഒരേപോലെ കൈകാര്യം ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ സൈമിൾട്ടേനിയസ് ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ ഈ ഒരു ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? 2 ലാംഗ്വേജസ് തുടക്കം മുതൽ തന്നെ അല്ലെങ്കിൽ ബർത്ത് മുതൽ തന്നെ എങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മള് മലയാളം മാത്രം അല്ലേ? ചിലപ്പോ ഈ ബോർഡറിലൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരിപ്പോ തമിഴ് മലയാളം അതല്ലെങ്കിൽ കന്നഡ മലയാളം അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും 2 ലാംഗ്വേജസ് ചിലപ്പോ വിദേശത്ത് പോയ ആളുകൾ ഉണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? 2 ലാംഗ്വേജസ് ഒരേ സമയം കേൾക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് സൈമിൾട്ടേനിയസ് ബൈലിംഗ്വലിസം. സെക്കൻഡ് വൺ സീക്വൻഷ്യൽ ബൈലിംഗ്വലിസം ആണ്. എക്സ്പോഷർ ടു എ സെക്കൻഡ് ലാംഗ്വേജ് ആഫ്റ്റർ ലേണിംഗ് ദ മദർ ടങ് ഓർ ഫസ്റ്റ് ലാംഗ്വേജ്. ആദ്യം മദർ ടങ് പഠിക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യാണ്? സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നു, അതല്ലെങ്കിൽ മറ്റൊരു ലാംഗ്വേജ് അഡീഷണൽ ആയിട്ട് പഠിക്കുന്നു. അങ്ങനെയുള്ള ആളുകളായിരിക്കും ഇതിൽ കൂടുതലായിട്ടും ഉണ്ടാവാനുള്ള സാധ്യത, അല്ലെ? അപ്പം നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് അതല്ലെങ്കിൽ മദർ ടങ് അതല്ലെങ്കിൽ നേറ്റീവ് ലാംഗ്വേജ് അങ്ങനെ 2-3 പേരുകൾ നമ്മൾ ആ ഒരു ഭാഷയ്ക്ക് വേണ്ടി പറഞ്ഞിരുന്നു. സോ മദർ ടങ് പഠിച്ചതിന് ശേഷം മറ്റൊരു ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ
എന്താണ് അതിനെ സീക്വൻഷ്യൽ ബൈലിംഗ്വലിസം എന്ന് പറയാം. തേർഡ് വൺ ബാലൻസ്ഡ് ബൈലിംഗ്വലിസം ആണ്. This occurs when an individual uses two languages with more or less or equal ability. ഇവിടെ അതിന്റെ എബിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. രണ്ട് ലാംഗ്വേജസ് ഒരു ഇൻഡിവിജ്വൽ ഉപയോഗിക്കുകയാണ്, രണ്ട് ലാംഗ്വേജസ് വിത്ത് മോർ ഓർ ലെസ് ഈക്വൽ എബിലിറ്റി. ഒരുപക്ഷെ രണ്ടും ഈക്വലിറ്റി പോകാം, അതല്ലെങ്കിൽ മിക്കവാറും രണ്ട് ലാംഗ്വേജും മധ്യത്തിൽ ഒരുപോലെ തോന്നാം. അപ്പം എപ്പോ പഠിച്ചു തുടങ്ങി എന്നുള്ളതല്ല, എപ്പോ ഉപയോഗിച്ചു എന്നുള്ളതല്ല, രണ്ട് ഭാഷകളിൽ അവരുടെ ഫ്ലുവൻസി ഈക്വൽ ആണോ എന്നുള്ളതാണ് ഈ ബാലൻസ്ഡ് ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. ഒരാള് മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും, അല്ലെങ്കിൽ മലയാളം തമിഴ്, ഇത് രണ്ടായാലും ഞാൻ കംഫർട്ടാണ്, രണ്ടിലും ഈക്വൽ ആണ്, രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ ബാലൻസ്ഡ് ബൈലിംഗ്വലിസം. ദെൻ സെമി ബാലൻസ്ഡ് ബൈലിംഗ്വലിസം ആണെങ്കിലോ മാസ്റ്ററി ഓഫ് വൺ ലാംഗ്വേജ് ഇസ് സിഗ്നിഫിക്കന്റ്ലി ഹയർ ദാൻ അതർ. അഥവാ ഒരു ലാംഗ്വേജ് ഭയങ്കര ഫ്ലുവന്റ് ആയിരിക്കും, രണ്ടാമത്തെ ലാംഗ്വേജ് ഓക്കെ, ഞാൻ കുഴപ്പമില്ല, ഐ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത്, അങ്ങനെ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ദാറ്റ് മീൻസ് രണ്ട് ലാംഗ്വേജും ഒരേപോലെ ഫ്ലുവൻസി ഉണ്ടാവണമെന്നില്ല. അപ്പം 4 രൂപത്തിലാണ് ബൈലിംഗ്വലിസം വരിക എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കണ്ടത്. ഇതൊക്കെ ബൈലിംഗ്വലിസ്റ്റ് കുറിച്ചാണ് കേട്ടോ ചർച്ച. വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ? ഇവിടെ ആക്ച്വലി ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിലും മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷന്റെ അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിലും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. സോ ഇംപ്രൂവ് ദ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ. ഒരു ബ്രെയിനിന്റെ ഒരു ഇംപ്രൂവ്മെന്റ്, ഇന്റലക്ച്വൽ എബിലിറ്റി കൂടും. അത് ബൈലിംഗ്വൽ ആയാലും മൾട്ടിലിംഗ്വൽ ആയാലും ഒക്കെ നമുക്ക് ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാകും എന്നുള്ളതാണ്. രണ്ട്, സ്വിച്ചിങ് അറ്റൻഷൻ ആൻഡ് വർക്കിംഗ് മെമ്മറി. നമ്മുടെ വർക്കിംഗ് മെമ്മറി എപ്പോഴും നമ്മൾ ആക്റ്റീവ് ആകുന്ന നമ്മുടെ വളണ്ടറി ആയിട്ടുള്ള കോൺഷ്യസ് മെമ്മറി എന്ത് ചെയ്യും, അതിന്റെ ഒരു അറ്റൻഷനും അതിന്റെ ഒരു സ്വിച്ചിങ്, അഥവാ കോൺഷ്യസും സബ് കോൺഷ്യസും അൺകോൺഷ്യസും ഒക്കെ തമ്മിലുള്ള ആ ഒരു സ്വിച്ചിങ് ഓഫ് മെമ്മറീസിന്റെ ആ ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ ബ്രെയിനിന്റെ ആ ഒരു പ്രവർത്തനം കൂടുതൽ ആക്റ്റീവ് ആകും. 3, ഗുഡ് മൾട്ടി ടാസ്കിങ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ദേ വിൽ ബി ഗുഡ് അറ്റ് മൾട്ടി ടാസ്കിങ്. കാരണം രണ്ട് ലാംഗ്വേജ് അല്ലെങ്കിൽ രണ്ടോ അതിലധികം ലാംഗ്വേജസ് ഒരാൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് എന്ത് വേണം, കുറച്ചൊരു മെന്റൽ എബിലിറ്റി വേണം, കുറച്ച് ടാസ്കുകൾ ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി വേണം. അതുപോലെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഇംപ്രൂവ്ഡ് ആകും, പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഇംപ്രൂവ്ഡ് ആകും. അപ്പം ലാംഗ്വേജ് പഠിച്ചാലും എന്തുണ്ട്, മറ്റു ലൈഫ് സ്കില്ലുകൾ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇംപ്രൂവ്ഡ് ആകുന്നുണ്ട് എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ കാണാതെ പോകരുത്. ദെൻ ഹാവ് മോർ ഓപ്ഷൻസ് ഫോർ ഫർദർ എഡ്യൂക്കേഷൻ. നമുക്കറിയാം, ഇപ്പൊ ഇംഗ്ലീഷും മലയാളവും ഒരാൾ എക്സ്പേർട്ട് ആണെങ്കിൽ അദ്ദേഹത്തിന് ഈ മലയാളത്തിന്റെ രൂപത്തിൽ അങ്ങനെയും പോവാം, ഇംഗ്ലീഷ് ലാംഗ്വേജ് റിലേറ്റഡ് കോഴ്സസ് അങ്ങനെ എടുത്ത് പോകാൻ പറ്റും. സോ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ബൈലിംഗ്വൽ ആണെങ്കിലും മൾട്ടിലിംഗ്വൽ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു അഡ്വാൻറ്റേജുകൾ എഴുതാം. ഓക്കെ, ദെൻ ഓപ്പൺ ഡോർസ് ടു എക്സ്ട്രാ കരിയർ ഓപ്പർച്യൂണിറ്റീസ്. നമുക്കറിയാം, രണ്ടോ അതിലധികം ഭാഷ അറിയാണെങ്കിൽ അദ്ദേഹത്തിന് ഡിഫറെന്റ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ജോബ് ഫ്ലെക്സിബിലിറ്റി തന്നെ പറയാം, ജോബ് ഫ്ലെക്സിബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ദെൻ മോർ അഡാപ്റ്റബിൾ ടു അതർ കൾച്ചേഴ്സ് ആൻഡ് അതർ വേ ഓഫ് ലൈഫ്. മറ്റുള്ള ഒരു കൾച്ചറുമായിട്ട് വേഗം അഡാപ്റ്റബിൾ ആകാൻ പറ്റും. ലാംഗ്വേജ് ഇസ് ഈക്വൽ ടു കൾച്ചർ. ലാംഗ്വേജ് ത്രൂ കൾച്ചർ വിൽ ബി ട്രാൻസ്മിറ്റഡ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചർ പഠിക്കുക എന്നുള്ളതിന് തുല്യമാണ്. സോ രണ്ട് ലാംഗ്വേജ് പഠിച്ച ഒരാളെ സംബന്ധിച്ച് രണ്ട് കൾച്ചേഴ്സിൽ അക്സെപ്റ്റബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അഡാപ്റ്റബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അക്കൾച്ചേർഡ് ആയിരിക്കും എന്നൊക്കെ നമുക്ക് അവിടെ പറയാം. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബൈലിംഗ്വൽ എഡ്യൂക്കേഷൻ ആണ്. രണ്ട് ഭാഷ പഠിച്ചാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് പറയണത്. ശരിക്കും ബേസിക്കലി നിങ്ങളൊരു കോമൺ സെൻസ് വെച്ചിട്ട് രണ്ട് ഭാഷ പഠിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? ഒരാൾക്ക് മലയാളം ഇംഗ്ലീഷും അറിയാം, അല്ലെങ്കിൽ മലയാളം തമിഴും അറിയാം, അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? എന്താ പ്രശ്നം? മെസ്സേജ് കൺവേ ചെയ്യാൻ എന്താ പ്രശ്നം? ഓക്കെ, അഥവാ ഒന്ന് ഉദ്ദേശിക്കുമ്പോൾ വേറൊന്ന് വരിക, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ കോഗ്നിഷനൊക്കെ നമുക്ക് നമ്മുടെ മദർ ടങ് നല്ലതല്ലേ പഠിച്ച? ഏതിന്? നമ്മളെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ അല്ലേ? പക്ഷെ ഇവിടെ ഒരേ സമയത്ത് ഒരാള് മദർ ടങ്ങിലും ടാർഗറ്റ് ലാംഗ്വേജിലും L1 ആൻഡ് L2 രണ്ടിലും എക്സ്പേർട്ട് ആണെങ്കിലോ? ഓക്കെ, എന്തായാലും പരീക്ഷയ്ക്ക് ഡിസഡ്വാൻറ്റേജ് ചോദിച്ചാൽ നമുക്ക് എഴുതണല്ലോ അല്ലേ?
ഒന്ന്, ഓൾ സ്റ്റുഡൻസ് മേ നോട്ട് ബി ഏബിൾ ടു ഡെവലപ്പ് L2 പ്രൊഫഷ്യൻസി എന്നാണ്. സെക്കൻഡ് ലാംഗ്വേജ് എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ കഴിയണമെന്നില്ല എന്ന്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ രണ്ടാമത്തെ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിലെല്ലാവരും കംഫർട്ട് ആവണമെന്നില്ല. അതൊരു പോയിന്റ് ആണ്. പോസിബിൾ നെഗറ്റീവ് ലിംഗ്വിസ്റ്റിക് ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഒരു പക്ഷേ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അഥവാ ലാംഗ്വേജിനോട് ഒരു വിരക്തിയോ അതല്ലെങ്കിൽ ലാംഗ്വേജ് പരമായിട്ടുള്ള കൺഫ്യൂഷനോ എന്തെങ്കിലുമൊക്കെ വന്നേക്കാം. ഇതൊക്കെ ഒരു പോസിബിലിറ്റി മാത്രമാണ് കേട്ടോ. നമ്മൾ ഡിസഡ്വാൻറ്റേജ് പറയണല്ലോ എന്ന് കരുതി പറയുന്ന പോയിന്റ് ആയിട്ട് കണ്ടാൽ മതി. അതുപോലെ തന്നെ ഡിഫിക്കൽട്ടീസ് ഇൻ ലിംഗ്വിസ്റ്റിക് എക്സ്പ്രഷൻസ് ഡ്യൂ ടു ഫോണറ്റിക്, സെമാൻറ്റിക് ആൻഡ് ലെക്സിക്കൽ ആൻഡ് സിൻഡാക്റ്റിക് ഇന്റർഫിയറൻസ് ഫ്രം L1 ആൻഡ് L2. ചില ലാംഗ്വേജസ് പ്രൊനൗൺസ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ മലയാളം പ്രൊനൗൺസ് ചെയ്ത് പഠിച്ച ഒരാള് ഇംഗ്ലീഷ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ ഫ്ലുവന്റ് ആയിട്ട് പറഞ്ഞ ഒരാളെ സംബന്ധിച്ച് മലയാളത്തിലെ ടേംസ് പറയാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ അങ്ങനെ ഒരു ഫോണറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. 4, റിട്ടൺ എക്സ്പ്രഷൻ ഇൻ L2 ഈസ് ഓഫൺ ഇൻഫ്ലുവൻസ്ഡ് ബൈ L1. അല്ലെ, നമ്മളിപ്പോ മലയാളം ഇത് പഠിച്ച സംബന്ധിച്ച് അതേ ഒരു സ്ട്രക്ചറിൽ ഇംഗ്ലീഷ് വന്നേക്കാം. അപ്പം ഒരു ലാംഗ്വേജ് വേറൊരു ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. Then anxiety, insecurity or frustration in oral communication in L2 will have negative effect in the acquisition of writing skills. ഒരു പക്ഷേ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻ, ആങ്സൈറ്റി, ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് അദ്ദേഹത്തിന്റെ റൈറ്റിങ്ങിനെയോ അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജിൽ റൈറ്റിങ്ങിനെ വരെ ബാധിച്ചേക്കാം. അഥവാ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നത് വളരെ പ്രോപ്പർ അല്ലെങ്കിൽ അത് സ്ട്രെസ് വന്നാൽ അതല്ലെങ്കിൽ ആങ്സൈറ്റി വന്നാൽ ഒരു പക്ഷേ അത് ആ കുട്ടിന്റെ പെർഫോമൻസസിനെ ബാധിച്ചേക്കാം. It is difficult to decide at what age to start bilingual education. ഏത് സമയത്താണ് ഒരു രണ്ടാമത്തെ ലാംഗ്വേജ് ആഡ് ചെയ്യേണ്ടത്, സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അല്ലെ, നമ്മളൊക്കെ എപ്പോഴും കൺഫ്യൂഷനിലാണുള്ളത്. സെക്കൻഡ് ലാംഗ്വേജ് എപ്പോ പഠിക്കണം, എപ്പോഴാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്, ശരിക്കും എപ്പോഴാണ് കൊടുക്കേണ്ടത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ഒരു മാറ്റർ ആണല്ലോ. എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ഒക്കെ പറഞ്ഞതാണ് ഫസ്റ്റ് ലാംഗ്വേജ് അഥവാ പ്രൈമറി ക്ലാസ്സുകളിൽ എന്ത് ചെയ്യണം, കൂടുതൽ മദർ ടങ് ഫോക്കസ് ചെയ്യണം. സെക്കൻഡറി ക്ലാസ്സസ് തൊട്ടിട്ട് നമ്മള് സെക്കൻഡ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി എന്നൊക്കെ ഉള്ളതാണ്. ഹയർ എഡ്യൂക്കേഷനിലാണ് ശരിക്കും ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യണത്, കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് അവിടെയാണ് കേട്ടോ. ദെൻ മൾട്ടിലിംഗ്വലിസം ആണ്. അതിൽ ഞാൻ കൂടുതലൊന്നും ആഡ് ചെയ്തിട്ടില്ല. യൂസിങ് മോർ ദാൻ 2 ലാംഗ്വേജസ് എന്നുള്ളതാണ്. ഇനി ഇവിടെ ചലഞ്ചസ് ഓഫ് ടീച്ചിങ് ലാംഗ്വേജ് ഇൻ മൾട്ടിലിംഗ്വൽ ക്ലാസ് റൂം. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഇതിന് മുമ്പത്തെ ഒരു ഭാഗത്ത് വന്നതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വായിച്ച് മാത്രം പോണേ ഉള്ളൂ. ഇത് അന്ന് ശരിക്കും പറഞ്ഞതാണ്. സോ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി വേരിയേഷൻസ് എന്നുള്ളതാണ് ഒന്ന്. കാരണം നമ്മൾ മൾട്ടിലിംഗ്വൽ ക്ലാസ് റൂമില്, ഈ മൾട്ടിലിംഗ്വൽ ക്ലാസ് റൂമിന് 2 കോൺസെപ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ട്. മൾട്ടിലിംഗ്വലിസം എന്നുള്ള ഇതിനെ നമുക്ക് 2 കോൺസെപ്റ്റിൽ കാണാം എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ടോ? ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്താ വെച്ചാല്, ഒരു ക്ലാസ് റൂമിൽ ഡിഫറെന്റ് ലാംഗ്വേജസ് ഉപയോഗിക്കാൻ സാധ്യതയുള്ള കുട്ടികൾ ഇരിക്കുക. ദാറ്റ് മീൻസ് മലയാളിയായ ഒരു കുട്ടി, തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു കുട്ടി, ഹിന്ദിക്കാരനായ കുട്ടി, അങ്ങനെ ഡിഫറെന്റ് ലാംഗ്വേജസ് അറിയുന്ന കുട്ടികൾ ക്ലാസ്സിൽ ഇരുന്നാൽ ആ ക്ലാസ് റൂമിനെ മൾട്ടിലിംഗ്വൽ ക്ലാസ് റൂം എന്ന് വിളിക്കാം. രണ്ടാമത്തത്, ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഡിഫറെന്റ് ലാംഗ്വേജസ് പഠിക്കുക. നമ്മുടെ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ഒരു സിസ്റ്റം പോലെ, അഥവാ മദർ ടങ് പഠിക്കുക, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് വേർന്ന് പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ലാംഗ്വേജ് പഠിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ നാഷണൽ ലാംഗ്വേജസ് 1 or 2 പഠിക്കുന്നു. ഒരു കുട്ടി തന്നെ ഒന്നിലധികം ഭാഷകൾ പഠിക്കുന്ന ഒരു ക്ലാസ് റൂം, അതും ഒരു മൾട്ടിലിംഗ്വൽ ക്ലാസ് റൂമാണ്. ഓക്കെ, സോ ഇവിടെ 2 കോൺസെപ്റ്റിനെയും പരിഗണിച്ചുകൊണ്ടുള്ള പോയിന്റ്സ് ആണ് ഇതിൽ പലപ്പോഴും ഉണ്ടാവുക കേട്ടോ. കാരണം ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി വേരിയേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഇംഗ്ലീഷ് ഒരു സാധാരണ ക്ലാസ് റൂമിൽ കൊണ്ടുപോയിട്ട് പ്രയോഗിക്കുമ്പോൾ അവരുടെ മദർ ടങ് വേറെ ഇരിക്കും. അപ്പം ആ കുട്ടികൾക്ക് എത്രത്തോളം ഈ ഒരു ടാർഗറ്റ് ലാംഗ്വേജിനെ അക്വയർ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഡിഫറൻസസ് ഉണ്ടായേക്കാം. അത് ആ ടീച്ചർക്ക് ഒരു ചലഞ്ച് ആയിരിക്കും. ചില കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭയങ്കരമായി ഫോളോ ചെയ്യാൻ പറ്റും, ചില കുട്ടികൾ ഭയങ്കര വീക്ക് ആയിരിക്കും. ദെൻ കൾച്ചറൽ ഡിഫറൻസസ് ഇൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. രണ്ടാമത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് കൾച്ചറൽ ഡിഫറൻസസ് ആണ്. കാരണം ഡിഫറെന്റ് ലാംഗ്വേജ് എന്നുള്ള കുട്ടികളാണെങ്കിൽ അവർ ഡിഫറെന്റ് കൾച്ചേഴ്സ് ആയിരിക്കും. സോ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഡിഫറെന്റ് ആയിരിക്കും. ആ ഒരു ഡിഫറൻസസ് ലാംഗ്വേജ് ലേണിങ്ങിനെ അതല്ലെങ്കിൽ ഒരു ന്യൂ കോണ്ടന്റ് ആ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നതിനെ ചലഞ്ച് ചെയ്യും. 3 ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽസ് ആണ്.
ഓരോരോ ലാംഗ്വേജിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഡിഫറെന്റ് കൾച്ചേഴ്സ് ഉള്ള കുട്ടികൾക്ക് അവർക്കൊക്കെ ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈലുകൾ ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ ഓരോ കുട്ടിയും എന്താണ് അവരുടെ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസിൽ ഡിഫറെന്റ് ആണ്. ഭാഷാ പഠനത്തിൽ ഡിഫറെന്റ് സ്കില്ലുള്ള ആളുകളാണ്. അതും ഒരു പക്ഷേ ചലഞ്ചായി വന്നേക്കാം. ദെൻ ലാംഗ്വേജ് ബാരിയേഴ്സ് ആണ്, അഥവാ മദർ ടങ്ങും ടാർഗറ്റ് ലാംഗ്വേജുകളും തമ്മിലുള്ള ആ ഒരു ലാംഗ്വേജ് ബാരിയർ ഒരു പക്ഷേ ക്ലാസ് റൂമുകളിൽ റിഫ്ലക്ട് ചെയ്തേക്കാം. ദെൻ സ്റ്റീരിയോടൈപ്പിംഗ് ആൻഡ് ബയാസ്. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു ലാംഗ്വേജിനോട് കൂടുതൽ അടുപ്പം, ഏതെങ്കിലും ഒരു ലാംഗ്വേജിനോട് കൂടുതൽ വെറുപ്പ്, അത്തരത്തിലുള്ള ഒരു ബയാസ്ഡ് കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ബയാസ്ഡ് അപ്രോച്ചുകൾ ക്ലാസ് റൂമിൽ ഉണ്ടായേക്കാം. ദെൻ ഇൻക്ലൂഷൻ ഓഫ് വേരിയസ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്. നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെന്റ് കൾച്ചേർഡ് സ്റ്റുഡൻസ് മേ ബി ഇൻ ദ ക്ലാസ് റൂമിൽ പക്ഷെ ഉണ്ടായേക്കാം. അതും ഒരു ആ ക്ലാസ് റൂമിലെ പഠിപ്പിക്കുന്നതിൽ ടീച്ചേഴ്സിന് ഒരു പക്ഷേ ചലഞ്ചിങ് ടാസ്ക് ആയി വരാം. ഓരോ കുട്ടിന്റെയും കൾച്ചർ ഡിഫറെന്റ് ആയി വരിക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ്. ദെൻ ഡിഫറെന്റ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ മോട്ടിവേഷൻ ആൻഡ് എക്സ്പെക്ടേഷൻസ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് സ്റ്റുഡൻസ് മേ വാരി. ഓരോ കുട്ടിന്റെയും എക്സ്പെക്ടേഷൻസ് ഡിഫറെന്റ് ആയിരിക്കാം. അപ്പം ഒരു അഡീഷണൽ ലാംഗ്വേജ് ഒരു കുട്ടി പഠിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടി ആ ലാംഗ്വേജിൽ ആ ടീച്ചറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കുട്ടിന്റെ എക്സ്പെക്ടേഷൻസ് വേറെ ആയിരിക്കാം. അതും ടീച്ചർക്ക് ഒരു ചലഞ്ച് ആയിരിക്കാം. ദെൻ പാരന്റ് ഇൻവോൾവ്മെന്റ്. പാരന്റ്സ് ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ പാരന്റ്സ് ക്ലാസ് റൂമിലോ ക്ലാസ് റൂം പ്രൊസീജിയേഴ്സിൽ ഇടപെട്ടേക്കാം. ആൻഡ് അസസിങ് പ്രോഗ്രസ്. കുട്ടിന്റെ പ്രോഗ്രസ് അല്ലെങ്കിൽ അവന്റെ കപ്പാസിറ്റി, അവന്റെ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി അസസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സും ഒരു പക്ഷേ ടാസ്ക് ആയി വരാം എന്നാണ്. കാരണം അതിൽ ഓരോ കുട്ടികളും ഓരോ ലാംഗ്വേജിലായിരിക്കാം ചിലപ്പോൾ മാസ്റ്ററി ഉണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ എക്സ്പേർട്ടൈസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകൾ വേറെ ആയിരിക്കാം. സോ അവരെ അസസ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. ദെൻ ടീച്ചർ പ്രിപ്പയർഡ്നെസ് ആൻഡ് ട്രെയിനിങ്. ടീച്ചേഴ്സിന് അപ്രോപ്രിയേറ്റ് ആയ ട്രെയിനിങ് കിട്ടിയിട്ടില്ലെങ്കിൽ മൾട്ടിലിംഗ്വൽ ക്ലാസ് റൂം ഹാൻഡിൽ ചെയ്യുക റിസ്ക് ആണ്. അതല്ലെങ്കിൽ ഇഫ് the teacher is not prepared, it would be very difficult to manage the classroom. And peer relationship, അഥവാ കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. അവർ തമ്മിൽ ഉള്ളൊരു റാപ്പോ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, അവർ തമ്മിലൊരു കൊഹസീവ്നെസ് ഇല്ലെങ്കിൽ അതൊരു പക്ഷേ ടീച്ചർക്ക് തലവേദനയായി മാറാനുള്ള സാധ്യത ഉണ്ട്. ആൻഡ് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ചലഞ്ചസ് ആണ് കുട്ടികൾ നേരിടുന്ന ഇമോഷണൽ ചലഞ്ച് അല്ലെങ്കിൽ സൈക്കോളജിക്കലായ പ്രശ്നങ്ങൾ. ദെൻ ലിമിറ്റഡ് റിസോഴ്സസ്. മൾട്ടി ലിംഗ്വൽ ക്ലാസ് റൂമിൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ള മൾട്ടി ലിംഗ്വൽ ആയ ടീച്ചേഴ്സിനെയും കൂടി അത്യാവശ്യമാണ്. സോ ലിമിറ്റഡ് റിസോഴ്സസ് എന്നുള്ളതൊരു ടാസ്ക് ആണ്. ലിമിറ്റഡ് മെറ്റീരിയൽസ് എന്നുള്ളത് പറയാറുണ്ട്, ലിമിറ്റഡ് സ്ട്രാറ്റജീസ് എന്ന് പറയാറുണ്ട്, ലിമിറ്റഡ് സോഴ്സസ് ഓഫ് നോളജ് എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചലഞ്ചസ് ഓഫ് ടീച്ചിങ് ലാംഗ്വേജ് ഇൻ മൾട്ടിലിംഗ്വൽ മൾട്ടി കൾച്ചറൽ ക്ലാസ് റൂമിൽ നമുക്ക് കാണാൻ പറ്റും. സോ മൾട്ടി കൾച്ചറൽ ക്ലാസ് റൂം ഓൾസോ ഇസ് ഈക്വൽ ടു മൾട്ടിലിംഗ്വൽ ക്ലാസ് റൂം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. അപ്പം കുട്ടികളുടെ ഒരു കൾച്ചർ, അവരുടെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, അവരുടെ എക്സ്പെക്ടേഷൻസ്, അവരുടെ ഇൻവോൾവ്മെന്റ്, അവരുടെ പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ്, അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യും ടീച്ചർക്ക് അവിടെ ക്ലാസ് എടുക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ഇനി ഒരു പുതിയ ടേം ആണ് ആക്ച്വലി ലിംഗ്വിസ്റ്റിക് ഇന്റർ ഡിപ്പെൻഡൻസ് ആൻഡ് ദ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഓഫ് ബൈലിംഗ്വൽ ആൻഡ് മൾട്ടിലിംഗ്വൽ ചിൽഡ്രൻ. ലിംഗ്വിസ്റ്റിക് ഇന്റർ ഡിപ്പെൻഡൻസ് ആണ്, അഥവാ രണ്ട് ഭാഷകൾ ഒക്കെ തമ്മിലുള്ള ഒരു ഇന്റർ ഡിപ്പെൻഡൻസി, പരസ്പരമുള്ള ഒരു ആശ്രയം. ഇവിടെ കോമൺ അണ്ടർലൈങ് പ്രൊഫിഷ്യൻസി CUP കോൺസെപ്റ്റ് ആണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു സ്ലൈഡൊക്കെ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് തന്നെ ഉള്ളതാണ്. പിന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിൽ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോ ജിം കമ്മിൻസ് പറഞ്ഞു വെക്കണ ഒരു ഫസ്റ്റ് റെഫേഴ്സ് ടു ദ ഐഡിയ ദാറ്റ് ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്ഡ് ഇൻ എ പേഴ്സൺസ് ഫസ്റ്റ് ലാംഗ്വേജ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു സെക്കൻഡ് ലാംഗ്വേജ്. രണ്ട് ഭാഷകൾ ഒരു കുട്ടി പഠിച്ചാൽ അത് ഇന്റർ ഡിപ്പെൻഡന്റ് ആണ് എന്നുള്ളതാണ് ഈ ഒരു കോമൺ അണ്ടർലൈങ് പ്രൊഫിഷ്യൻസി എന്നുള്ള CUP കോൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് പറയുന്നത്. പോയിന്റ് മനസ്സിലായി വിചാരിക്കുകയാണ്. രണ്ട് ലാംഗ്വേജസ് ഒരു കുട്ടി പഠിക്കുകയാണ്, അല്ലെങ്കിൽ രണ്ടിലധികം ഭാഷകൾ ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ ഈ മൂന്ന് ഭാഷകളും തമ്മിൽ ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്. മനസ്സിലായോ? എന്ത് മനസ്സിലായി?
ഹലോ. 3 ഭാഷകളും ഇന്റർ ഡിപെൻഡന്റ് ആണെന്ന് മനസ്സിലായി. അപ്പോ ദാറ്റ് മീൻസ് പരസ്പരം എന്തുണ്ട്, ഒരു ലാംഗ്വേജ് പഠിച്ചാൽ വേറെ ലാംഗ്വേജ് പഠിക്കുന്നതിനും ആ ഭാഷ ഉപയോഗിക്കുന്നതിനും ഇത് പരസ്പരം ഹെൽപ്പ് ആകും എന്നുള്ളതാണ് പറയുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് അതിന്റെ ഇന്റർ ഡിപെൻഡൻസി എന്നുള്ളതാണ് ഇനി പറയുന്നത്. അതിന്റെ കീ പോയിന്റ്സ് ഓഫ് CUP എന്നുള്ള കോമൺ അണ്ടർലൈങ് പ്രൊഫിഷ്യൻസി. ഓക്കെ, 1 ട്രാൻസ്ഫർ ഓഫ് സ്കിൽസ്, 2 മൾട്ടിലിംഗ്വൽ പ്രൊഫിഷ്യൻസി, 3 അക്കാഡമിക് സക്സസ്, 4 സെപ്പറേറ്റ് അണ്ടർലൈങ് പ്രൊഫിഷ്യൻസി ഇൻ ബേസിക് കമ്മ്യൂണിക്കേഷൻ. 4 പോയിന്റ്സ് ആണ് അതിൽ പറയുന്നത്. 1 ട്രാൻസ്ഫർ ഓഫ് സ്കിൽസ് ആണ്, അഥവാ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഒരു കുട്ടി ചില സ്കില്ലുകൾ അക്വയർ ചെയ്തെങ്കിൽ ആ സ്കില്ലുകൾ അടുത്ത ലാംഗ്വേജിലേക്കും ആ കുട്ടി ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സ്കിൽസ് ലൈക്ക് കോഗ്നിറ്റീവ് എബിലിറ്റീസ്. ഒരു ഉദാഹരണം പറയാം, മലയാളം കുട്ടി പഠിച്ചു അല്ലെങ്കിൽ തമിഴ് കുട്ടി പഠിച്ചു. ആ സമയത്ത് ആ കുട്ടിയിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് സങ്കല്പിക്കാം. എല്ലാത്തിനെയും വിമർശനാത്മകമായി നിരൂപണാത്മകമായി ചിന്തിക്കണം, അതല്ലെങ്കിൽ എല്ലാത്തിന്റെയും നെഗറ്റീവും പോസിറ്റീവും കാണണം എന്നുള്ള ഒരു സ്കില്ല് ഒരു കുട്ടിയിൽ വളർന്നു വന്ന് സങ്കല്പിക്കാം. ഇനി ആ കുട്ടി ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഹിന്ദി പഠിക്കുമ്പോൾ അതല്ലെങ്കിൽ ഉറുദു പഠിക്കുമ്പോൾ അല്ലെങ്കിൽ തമിഴ് അറബിക് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടി എന്ത് ചെയ്യും, ഈ ലാംഗ്വേജിൽ നിന്ന് പഠിച്ച ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള സ്കില്ല് അവിടെ ഒക്കെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യൂലേ? തീർച്ചയായിട്ടും ചെയ്യും. സോ അതാണ് ഇവിടെയും പറയുന്നത്, ട്രാൻസ്ഫർ ഓഫ് സ്കിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ skills like cognitive abilities, literacy, learning strategies are transferable across language. ഒരു ലാംഗ്വേജിൽ നിന്ന് വേറെ ലാംഗ്വേജിലേക്ക് ഈ ലിംഗ്വിസ്റ്റിക് എബിലിറ്റിയും ലിറ്ററസിയും അതൊക്കെ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. സോ ദാറ്റ് മീൻസ് പ്രൊഫഷ്യൻസി ഇൻ വൺ ലാംഗ്വേജ് ക്യാൻ പോസിറ്റീവ്ലി ഇമ്പാക്ട് പ്രൊഫഷ്യൻസി ഇൻ അതർ ലാംഗ്വേജ്. ഒരു ഭാഷയിൽ കുട്ടിക്ക് പ്രാവീണ്യം ഉണ്ടെങ്കിൽ മറ്റു ഭാഷകളിലേക്ക് അതിന്റെ സ്കില്ലുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. ഈ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ ലാംഗ്വേജിലും മാർക്ക് ഉണ്ടാവും. അഥവാ ഇംഗ്ലീഷ് നന്നായി കൈകാര്യം അറിയുന്ന കുട്ടികൾക്ക് വേറെ ലാംഗ്വേജസ് പെട്ടെന്ന് അക്വയർ ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കും. ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയാം. ഇങ്ങനെ പല ടേംസിൽ അത് അറിയപ്പെടും കേട്ടോ. 2 ബൈലിംഗ്വൽ പ്രൊഫിഷ്യൻസി ആണ്. ദാറ്റ് മീൻസ് CUP suggests that bilingual person has one integrated system for language proficiency. നമ്മൾ ആ ഒരു തിയറിയിലൊക്കെ UG എന്നൊക്കെ പഠിച്ച ഓർമ്മ ഉണ്ടോ? യൂണിവേഴ്സൽ ഗ്രാമർ, അതുപോലെ ലാഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഒക്കെ പഠിച്ച ഓർമ്മ ഉണ്ടോ? നോം ചോംസ്കിന്റെ ഒക്കെ തിയറി പഠിച്ചപ്പോ അതെ. അപ്പൊ അതേപോലെ ഒരു കുട്ടിക്ക് വെച്ചാല് വൺ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഫോർ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എന്നാണ്. എല്ലാതും പഠിക്കാൻ ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആണ് ഉള്ളത്. അവിടെയാണ് സ്കിൽസ് ലൈക്ക് റീഡിംഗ് കോംപ്രഹെൻഷൻ, പ്രോബ്ലം സോൾവിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ് ക്യാൻ ബി അപ്ലൈഡ് അക്രോസ് ബോത്ത് ലാംഗ്വേജ്. പിന്നെ ഏത് ഭാഷ പഠിച്ചാലും അതിലേക്ക് വേണ്ട സ്കില്ലുകൾ ആ ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുക. അപ്പം ഏത് ലാംഗ്വേജ് ആണെങ്കിലും അതിൽ പ്രൊഫഷണൽ ആവാനെങ്കിൽ എന്താ പറയുക, ഫ്ലുവന്റ് ആവാൻ ഒരു കുട്ടിക്ക് വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റിൽ മനസ്സിലാക്കുക. 3 അക്കാഡമിക് സക്സസ് ആണ്. ദാറ്റ് മീൻസ് കോഗ്നിറ്റീവ് പ്രൊഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ ലാംഗ്വേജ് എബിലിറ്റി കൂടുമ്പോൾ ആ കുട്ടിക്ക് അക്കാഡമിക് സ്കിൽസ് കൂടും. റീഡിങ് സ്കില്ല് കൂടും, ലിസണിങ് സ്കില്ല് കൂടാം, അതല്ലെങ്കിൽ സ്കിൽ ഓഫ് എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ എക്സ്പ്ലോസിറ്ററിയോ അതല്ലെങ്കിൽ അനലിറ്റിക്കൽ സ്കില്ലോ, അങ്ങനെ കുട്ടിന്റെ ഇൻഡിവിജ്വൽ സ്കിൽസും അക്കാഡമിക് സ്കിൽസും ഒക്കെ എന്ത് ചെയ്യും, ഒരേപോലെ നർച്ചർ ചെയ്യും, അതല്ലെങ്കിൽ വളരും, അതല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് ആകും, ഡെവലപ്ഡ് ആകും എന്നുള്ളതാണ് അക്കാഡമിക് സക്സസ് എന്നുള്ള 3ാമത്തെ പോയിന്റ്. 4 സെപ്പറേറ്റ് അണ്ടർലൈങ് പ്രൊഫിഷ്യൻസി ഇൻ ബേസിക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. So Cummins also differentiate between basic interpersonal communication skill and cognitive academic language proficiency. Okay, basic interpersonal communication skill. ഒരു വ്യക്തി തന്റെ മനസ്സിലുള്ള തന്റെ ആശയങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അഥവാ ഇന്റർപേഴ്സണലാണ്, എനിക്ക് എന്റെ ഒരു ആശയം ഞാൻ വേറൊരാളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അക്കാഡമിക് ലാംഗ്വേജ്, കോഗ്നിറ്റീവ് അക്കാഡമിക് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, എന്റെ ലാംഗ്വേജ് ഉപയോഗിച്ച് എന്റെ അക്കാഡമിക് കാര്യങ്ങളിൽ അല്ലെങ്കിൽ എന്റെ നോളജ് വേറെ ആളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. സോ അത്തരത്തിലുള്ള എല്ലാ പ്രൊഫിഷ്യൻസീസും എന്ത് ചെയ്യും, വളരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വൈൽ BICS, that means basic interpersonal communication skill, develop quickly in second language. CALP takes longer and relies on the common underlying proficiency. അപ്പം ശരിക്കും വെച്ചാല് ബേസിക് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ശരിക്കും ലാംഗ്വേജ്
പ്രൊഫഷ്യൻസിയും കൂടിയും ആ ഒരു കുട്ടിൻ്റെത് വളർന്നു വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസ്. അതില് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ബൈലിംഗ്വലിസം, മൾട്ടിലിംഗ്വലിസം അതിന്റെ അഡ്വാൻറ്റേജുകളൊക്കെ പറഞ്ഞു പോയിക്കാണ്. നേരത്തെ പറഞ്ഞ പോയിന്റുകൾ അത് പഠിച്ചിട്ടും ഇവിടെ എനിക്ക് എഴുതാൻ പറ്റും. ഇനി ഇവിടെ നല്ലൊരു സ്റ്റൈല് മാറുകയാണ്. അഥവാ ഓരോരോ ഡിസിപ്ലിൻസിലുള്ള അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലുള്ള അല്ലെങ്കിൽ സബ്ജക്റ്റിലൊക്കെ ഉള്ള കോണ്ടന്റുകൾ എങ്ങനെയാണ് റീഡ് ചെയ്യുക എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സോ നാച്ചർ ഓഫ് റീഡിങ് കോംപ്രഹെൻഷൻ ഇൻ ദ കോണ്ടന്റ് ഏരിയാസ്. റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? കറക്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വായിക്കാന്നല്ലേ? അഥവാ ജസ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാല് വായന എന്ന് മാത്രമേ ഉള്ളൂ. റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാല് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സിലാക്കി വായിക്കാം. അത് നമ്മുടെ ഉള്ളിലേക്ക് ആശയം കയറണം. ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോയാൽ പോരാ. ടൈപ്സ് ഓഫ് റീഡിംഗ് ഒക്കെ നമുക്ക് വന്നിരുന്നോ? സ്കിമ്മിങ്, സ്കാനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റൻസീവ് റീഡിംഗ്, എക്സ്റ്റൻസീവ് റീഡിംഗ് ഉണ്ട് തോന്നുന്നു. ഇവിടെ പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. ഈ പല സ്ഥലത്ത് ഇങ്ങനെ ക്ലാസ് എടുക്കണോണ്ടേ ഇത് എവിടെ പറഞ്ഞത് എനിക്ക് ഓർമ്മയിട്ടില്ല. സോ അണ്ടർസ്റ്റാൻഡിങ് ദ ഐഡിയ കൺവേർഡ് ബൈ ദ പാരഗ്രാഫ് കൺസിസ്റ്റിംഗ് ഓഫ് സെന്റൻസസ്. ഓരോരോ സെന്റൻസ് ആയിരിക്കും. ആ ഒരു പാരഗ്രാഫ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ എന്താണ് പറഞ്ഞതെന്നുള്ളതിന്റെ ആശയം, അതിന്റെ മീനിങ്, അതിന്റെ യൂസേജുകൾ, അതിലെ എക്സ്പ്രഷൻസ്, ഇതൊക്കെ ഒരാള് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ബൈഹാർട്ട് ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി പിന്നെ റീഡിങ് കോംപ്രഹെൻഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട വേറൊരു വായിക്ക് വയ്ക്കട്ടെ. നമ്മളെ ലൈഫിലല്ലേ പൊതുവെ 2 ടേംസ് പറയാറുണ്ട്, അഡ്ജസ്റ്റ്മെന്റ്, അണ്ടർസ്റ്റാൻഡിങ്. ഇതിൽ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അഡ്ജസ്റ്റ്മെന്റ് ആണോ അണ്ടർസ്റ്റാൻഡിങ് ആണോ ലൈഫിൽ വേണ്ടത്? അണ്ടർസ്റ്റാൻഡിങ് അല്ലേ വേണ്ടേ? അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമ്പോ അഡ്ജസ്റ്റ്മെന്റ് വന്നോളൂല്ലേ? അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമ്പോ അണ്ടർസ്റ്റാൻഡിങ് ഒപ്പ് വരിക ഇല്ല, ചിലര് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് നിൽക്കലുണ്ട്. അപ്പൊ അതങ്ങനെ താനെ വരില്ല. വെറൈറ്റി പോയിന്റ് നിങ്ങൾ ലൈഫിലാണോ ചോദിക്കണേ? ലൈഫില് അതായത് അല്ല, ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഭാര്യ ഭർത്താക്കന്മാരാണോ അതോ എല്ലാരോടും ആണോ? അതാണ് ഉദ്ദേശിച്ചത്. എല്ലാരോടോ? ഇപ്പൊ കല്യാണം കഴിച്ചില്ല, നമുക്ക് ഒഴിവാക്കാൻ പറ്റൂലല്ലോ. അങ്ങനെയാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ആവാൻ, അല്ല അണ്ടർസ്റ്റാൻഡിങ് ആവാൻ. ആക്ച്വലി എന്താ ഡിഫറൻസ്? അണ്ടർസ്റ്റാൻഡിങ്ങിൽ അഡ്ജസ്റ്റ്മെന്റ് ഓൾറെഡി വന്നു. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാല് അത് ടെമ്പററി മാത്രമാണ്. അതിനൊരു വാലിഡിറ്റി നമുക്ക് അത് കൊണ്ടുപോകുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അതിന്റെ അപ്പുറം കഴിഞ്ഞപ്പോൾ സംഭവം അഡ്ജസ്റ്റ്മെന്റില് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. നമ്മൾ അതിനോട് താൽക്കാലികമായി ഓക്കെ ഞാനത് ക്ഷമിക്കാം എന്നുള്ളിടത്താണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാല്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബെഞ്ചുണ്ട്, ചെറിയ ഉദാഹരണം കേട്ടോ, 4 പേർക്ക് ഇരിക്കാവുന്ന ബെഞ്ചാണ്. അപ്പം 4 പേര് ഇങ്ങനെ അത് ഇരുന്ന് കൊടുക്കുകയാണ്. അവിടെയാണ് 5ാമത്തെ ആൾ വരുന്നത്. ചോദിച്ചു, നീങ്ങോ, എനിക്കൊരു സ്ഥലം തരുമോ കുറച്ച് ചോദിച്ചു. അവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നീങ്ങി കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ പ്രാകും, 4 ഇരിക്കാനുള്ള സീറ്റ് അല്ലേ, അവന് കണ്ണ് കണ്ടൂടെ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നീങ്ങി കൊടുത്തിട്ടുണ്ടാവും. എന്നാലോ നമ്മൾ തൽക്കാലം ഇങ്ങനെ ആദ്യത്തെ ദിവസമൊക്കെ കുഴപ്പമുണ്ടാവില്ല, 2ാമത്തെ ദിവസം വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ പറയും, പിന്നെ നിങ്ങള് നാളെ വേറെ നോക്കിക്കോട്ടോ എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അതാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാല്. അണ്ടർസ്റ്റാൻഡിങ് ആകുമ്പോൾ ശരിക്കും എന്താ വെച്ചാല് നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ ക്ലാസ്സിൽ ഇങ്ങനെ 4 ആളെ ഉള്ളൂ, 4 ആൾ ഇരിക്കുന്നുണ്ട്, പക്ഷെ 5ാമത്തെ ആക്കി ഇരിക്കണം, നമ്മളെ പോലെ തന്നെ ആള് വന്നതാണ്, അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട് നീങ്ങി കൊടുത്തിട്ട് ആൾക്ക് അവിടെ സ്ഥലം കൊടുക്കണം എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ആ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഓട്ടോമാറ്റിക്കലി നീങ്ങി കൊടുക്കും. ദാറ്റ് മീൻസ് ആ ആളോട് എത്ര നേരം ഇരുന്നാലും നാളെ വന്നാലും നമ്മൾ എന്ത് ചെയ്യില്ല, പരാതി പറയാൻ പോകുന്നില്ല. കാരണം വി അണ്ടർസ്റ്റുഡ് ദാറ്റ് നമ്മൾ ഓൾറെഡി അതിന് എന്ത് ചെയ്തു, എല്ലാ ഭാഗം മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ആക്ച്വലി. സോ ലൈഫിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, നോട്ട് അഡ്ജസ്റ്റ് എന്ന് പറയാറുണ്ട് കേട്ടോ പൊതുവെ. അപ്പോ ഞാൻ വെറുതെ ഒരു വാക്ക് കണ്ടപ്പോൾ പറഞ്ഞു വെച്ചാണ് കേട്ടോ, ഇതിന്റെ ഭാഗത്തൊന്നുമല്ല. ദിസ് ഇൻക്ലൂഡ് വേരിയസ് സ്കിൽസ്. അഥവാ റീഡിങ് കോംപ്രഹെൻഷന് ഒരുപാട് സ്കില്ലുകൾ വേണമെന്ന് പറഞ്ഞത്. ഏതൊരു ലാംഗ്വേജിലാണെങ്കിലും ഏത് ഡിസിപ്ലിൻ, എന്ത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാല്
ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. സബ്ജക്ട് എന്തോ സബ്ജക്ട് അല്ലേ? സബ്ജക്ട് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇതിലുണ്ടോ നെക്സ്റ്റ് സെന്റൻസിലൊക്കെയാണ് സ്റ്റുഡൻസ് ആർ എക്സ്പെക്ടഡ് ടു ലേൺ ഇൻ ഗിവൺ സബ്ജക്ട് ലൈക്ക് മാത്തമാറ്റിക്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ് എക്സെട്ര. ഇതൊക്കെ ഓരോ ഡിസിപ്ലിൻസ് ആണ്. ഓക്കെ, അപ്പം ഇതിലൊക്കെ ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യണം? റീഡിംഗ് കോംപ്രഹെൻഷൻ വേണം. അപ്പൊ അതാണ് ഇതിൽ പറഞ്ഞു കൊടുക്കുന്നത്. സോ അണ്ടർസ്റ്റാൻഡിംഗ് ദ ഐഡിയ കൺവേർഡ് ഇൻ ദ കോണ്ടന്റ് പോർഷൻസ് ഓഫ് ദ സബ്ജക്ട് ടെക്സ്റ്റ് ബുക്ക്. ബുക്കിൽ കൊടുത്ത കോണ്ടന്റിനെ വായിച്ച് മനസ്സിനുള്ളിലേക്ക് കയറ്റുക എന്ന് പറയുന്ന സാധനമാണ് ആക്ച്വലി റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. Using various skills such as comparing, analyzing, synthesizing ideas, picking up the contextual clues, etc. Actually, നമുക്ക് അതിന് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഉണ്ട്, ഡിഫറെന്റ് ടെക്നിക്കുകൾ ഉണ്ട് റീഡിംഗ് കോംപ്രഹെൻഷന് വേണ്ടിയിട്ട്. അത് അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ റീഡിംഗ് കോംപ്രഹെൻഷൻ നടത്തണമെന്നാണ്. ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർക്ക് റീഡിംഗ് കോംപ്രഹെൻഷൻ കുട്ടികൾ ചെയ്യാൻ കഴിയുമോ? റീഡിംഗ് കോംപ്രഹെൻഷൻ വോയിസ് മോഡുലേഷനും എക്സ്പ്രഷനും ഒക്കെ നമുക്ക് ഏകദേശം അതൊക്കെ റീഡിംഗ് മാത്രമാണ്, ടൈപ്സ് ഓഫ് റീഡിംഗ് ആണ്. കോംപ്രഹെൻഡ് ചെയ്യാൻ കഴിയോ? ആ കുട്ടിന്റെ മനസ്സ് അങ്ങോട്ട് സേവ് ചെയ്യാൻ കഴിയോ? മനസ്സിൽ സേവ് ചെയ്യാൻ കഴിയോ? കുട്ടി ആബ്സെന്റ് ആണെങ്കിൽ പറ്റൂല, അല്ലെങ്കിൽ കുട്ടി എന്താണെങ്കിലും പറ്റൂല. ദാറ്റ് മീൻസ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? അവന്റെ നമ്മളെ മെമ്മറീസ് പഠിച്ചില്ലേ, ഷോർട്ട് ടേം മെമ്മറി എന്നൊക്കെ പഠിച്ചില്ലേ? ലോങ് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറിയിൽ അവന്റെ റാമിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിനെ ലോങ് ടേം മെമ്മറിയിലേക്ക് കൊണ്ടുപോകണം. ദാറ്റ് മീൻസ് അവന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുപോകണം, കോംപ്രഹെൻഷനിലേക്ക് കൊണ്ടുപോകേണ്ടത് അവന്റെ ഉത്തരവാദിത്തമാണ്. ആ കുട്ടി എന്ത് ചെയ്യണം? അതുമ്മ ഇരുന്ന് ചിന്തിച്ച് നമ്മൾ കമ്പയർ ചെയ്ത്, അനലൈസ് ചെയ്ത്, സിന്തസൈസ് ചെയ്ത് അതിനെ കോണ്ടെക്സ്റ്റുമായി കണക്ട് ചെയ്തിട്ട് തന്റെ മനസ്സിലേക്ക് കയറ്റി വെക്കേണ്ട ഉത്തരവാദിത്തം കുട്ടികളുടേതാണ്. അത് അവരുടെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ആണ്. അത് ടീച്ചർക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്കതിന് വേണ്ട സെറ്റിങ്സ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, അതിന് വേണ്ട സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, then the content area of social sciences, science, mathematics textbooks are expository or informational in nature. ഇപ്പൊ സയൻസ് ആണെങ്കിലും സോഷ്യൽ സയൻസ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും അതൊക്കെ എക്സ്പോസിറ്ററി ആണ്, അതല്ലെങ്കിൽ ഇൻഫർമേഷണൽ ആണ്. അതിൽ കുറെ അറിവുണ്ടാവും, അതിങ്ങനെ വായിക്കുക, അറിവ് നേടുക, വായിക്കുക, അറിവ് നേടുക. അതാണ് ആക്ച്വലി അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്. ചിലത് എന്ന് പറഞ്ഞാൽ എക്സ്പോസിറ്ററി അല്ല, അതിനി പറയുന്നുണ്ട് കേട്ടോ. And strategies used to comprehend the meaning of the content are in the textbooks are different. ഓരോരോ ടെക്സ്റ്റിനും അതിന്റെ കോണ്ടന്റ് വായിച്ച് കോംപ്രഹെൻഡ് ചെയ്യാന്ന് പറയുന്നത് ഡിഫറെന്റ് ആണെന്ന് പറയണേ. ഒരു ഇംഗ്ലീഷ് പോയം വായിച്ച് മനസ്സിലാക്കുന്ന പോലെയല്ല ഒരു സയൻസിന്റെ തിയറി വായിക്കേണ്ടത്. അതേപോലെ ആവില്ല ഒരു ഫിസിക്സിലെ ഒരു എക്സ്പെരിമെന്റ് പഠിക്കേണ്ടത്. ഇത് മൂന്ന് രൂപത്തിലായിരിക്കും ഉണ്ടാവുക അല്ലെ? ഒരു പോയം വായിച്ചിട്ട് അതിന്റെ അർത്ഥം കിട്ടിയാൽ മതിയാവും ചിലപ്പോൾ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഈ സ്റ്റോറി വായിച്ച് മീനിങ് മനസ്സിലാക്കാൻ എന്നൊക്കെ പറയുന്നത്. അതേപോലെ ആവില്ല മാത്സിലെ ഒരു ഇക്വേഷൻ കണ്ടിട്ട് ആ പ്രോബ്ലം ചെയ്യണത് ഈ ഒരു റീഡിങ് ആൻഡ് ജസ്റ്റ് റീഡ് ചെയ്താൽ കോംപ്രഹെൻഡ് ചെയ്യണതാവില്ല. അവിടെ കുറച്ചുകൂടി ക്രിട്ടിക്കൽ തിങ്കിങ്ങും അവിടെ കുറച്ചുകൂടി ഒരു അനലൈസിംഗ് ഒക്കെ വേണ്ടി വരും. സോ ഓരോ ടെക്സ്റ്റിനും റീഡിങ് കോംപ്രഹെൻഷൻ എന്നുള്ളത് ഡിഫറെന്റ് സ്റ്റൈലാണ്, ഡിഫറെന്റ് മെത്തേഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, then textbook differ from other forms of text not only in their layout but also purpose and method of delivery of information. സാധാരണയുള്ള ബുക്കുകളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്, ടെക്സ്റ്റ് ബുക്കിന്റെ ലേ ഔട്ട് ഡിഫറെന്റ് ആണ്. ആണോ? സാധാരണ ബുക്കുകളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് ഡിഫറെന്റാ? അതെങ്ങനെ ഡിഫറെന്റ്? എന്താ ഡിഫറൻസ്? ഹലോ, അങ്ങനെ ചോദിച്ചാ നമ്മുടെ ടെക്സ്റ്റ് ബുക്കും നമ്മൾ റീഡ് ചെയ്യണ നോവൽസും അതും രണ്ടും ഡിഫറെന്റ് അല്ലേ? ഒന്ന് ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ കാറ്റഗറി ചെയ്തിട്ടല്ലേ ഉണ്ടാവോ? അതായത് ഓരോ മിക്കതും ഓരോ ചാപ്റ്റേഴ്സ് ലിങ്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അതുപോലെ പല ചാപ്റ്റേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ടെക്സ്റ്റ് ബുക്കിലത്തെ കോണ്ടന്റുകളൊക്കെ വെച്ചാല് ഹൗ ടു റീഡ് ആൻഡ് കോംപ്രഹെൻഡ് എന്നുള്ള പ്രൊസീജിയറിന് അതിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. നമ്മൾ എങ്ങനെ വായിക്കണം, അത് വായിച്ചു കഴിഞ്ഞിട്ട് ഇതിൽ ചില പോയിന്റുകൾ അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാകും, ചിലത് ബോൾഡ് ചെയ്തിട്ടുണ്ടാകും, ചിലത് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടാകും. അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ റീഡിങ് കോംപ്രഹെൻഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ മറ്റ് ബുക്ക് എന്ന് പറഞ്ഞാല്
ആ കോണ്ടന്റ് നിരത്തി കൊടുത്തിട്ടുണ്ടാവുള്ളൂ. റീഡറെ സംബന്ധിച്ച് റീഡർ റിസ്ക് എന്ത് ചെയ്യണം, അവരിത് വായിച്ചെടുക്കണം. ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ പോരാ. ടെക്സ്റ്റ് ബുക്കിന്റെ ലേഔട്ട് ഷുഡ് ബി പോയിന്റ് ആയിട്ട് അട്രാക്റ്റീവ്. കൊടുക്കുന്നതൊക്കെ അതിൽ പെടൂലേ? അതായത് ഫീച്ചേഴ്സ് ഓരോ പോയിന്റ് അങ്ങനെ കൊടുക്കുന്നു, മെറിറ്റ്സ്, അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ. ചിലത് ടാബിൾസ് ആക്കി കൊടുത്തിട്ടുണ്ടാവും, ചിലത് ഗ്രാഫ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി റീഡർ ഫ്രണ്ട്ലി ആണ്, അതല്ലെങ്കിൽ ലേണർ ഫ്രണ്ട്ലി ആയിരിക്കും. അങ്ങനെ ഫീച്ചേഴ്സ് അങ്ങനെ പഠിക്കാനൊന്നും ഉണ്ടായിട്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കുറിച്ച് പഠിക്കാതിരില്ല, ലേഔട്ടിനെ കുറിച്ച് പഠിക്കാനില്ല. DLED-ലൊക്കെ ആണെങ്കിൽ അതിന്റെ കോഴ്സ് ബുക്ക്, അതിന്റെ ലേഔട്ട്, അതിന്റെ ഫീച്ചേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങൾ പഠിക്കാനുണ്ട്. ഇനി സ്ട്രാറ്റജീസ് യൂസ്ഡ് ഫോർ റീഡിംഗ് കോംപ്രഹെൻഷൻ ഇൻ കോണ്ടന്റ് ഏരിയാസ്, അഥവാ ഒരു കോണ്ടന്റ്, ഒരു പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജി ഉപയോഗിക്കാം. ഓക്കെ, ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ശരിക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഒന്ന് റീഡ് അലൗഡ് എന്നുള്ളതാണ്. അഥവാ അതിൽ പലതരത്തിൽ റീഡ് അലൗഡ് ഉണ്ട്. ടീച്ചേഴ്സ് റീഡ് ദ ടെക്സ്റ്റ് അലൗഡ് വൈൽ സ്റ്റുഡൻസ് ലിസൺ. ഒരു സ്ട്രാറ്റജി ഇങ്ങനെയാണ്, ടീച്ചർ ഉറക്കം വായിച്ചു കൊടുക്കും, കുട്ടികൾ അത് കേട്ടിരിക്കുക. ഇനി ഇതല്ലാത്ത, ഇതിന് താഴത്തുള്ളതല്ലാത്ത വേറെ എന്തൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് അറിയോ? ടീച്ചർ ഉറക്കം വായിക്കും, കുട്ടികൾ കേൾക്കുക. ഇതാണ് ഒന്ന്. രണ്ട്, ടീച്ചേഴ്സ് റീഡ് ദ ടെക്സ്റ്റ് അലൗഡ് വൈൽ സ്റ്റുഡൻസ് റീഡ് അലോങ് വിത്ത് ദ ടീച്ചർ. ടീച്ചർ ഉറക്കം വായിക്കും, കുട്ടികൾ ഉറക്കം വായിക്കും. ഇതല്ലാത്ത വേറെ ഒരു സ്ട്രാറ്റജി അറിയോ? കുട്ടികൾ വായിക്കും. എങ്ങനെയാ? കുട്ടികളെ കൊണ്ട് വായിപ്പിക്കും. ടീച്ചർ വായിക്കൂല, കുട്ടികൾ മാത്രം വായിക്കണോ? കുട്ടികളോട് ആ കാര്യങ്ങൾ വായിക്കാൻ പറയും. ഉറക്കെ അലൗഡ്. അലൗഡ് ആയിട്ട്. ഓക്കെ, എന്നായിക്കോട്ടെ. മൂന്നാമത്തെ സ്ട്രാറ്റജി വേറെ ഇനി അറിയോ? നമ്മളെ ഇതിന്റെ സ്റ്റാർട്ടിങ്ങില് ഫസ്റ്റിലൊക്കെ ഇതിന്റെ കുറച്ച് ടെക്നിക്സ് പഠിച്ചിട്ടുണ്ടല്ലോ കുറെ മുമ്പ്, ഫസ്റ്റ്. ഓക്കെ, ഞാനൊരു വേറെ ഒന്നെണ്ണം പറഞ്ഞുതരാം. ഒന്ന്, കുട്ടികളെ ഗ്രൂപ്പ് ആക്കിയിട്ട് ഗ്രൂപ്പ് വൈസ് ഉറക്കെ വായിപ്പിക്കുക, ബെഞ്ച് വൈസ് വായിപ്പിക്കുക. പിന്നെ ഒരു സ്റ്റുഡന്റ് ഒരു ലൈന് വായിച്ചിട്ട് ബാക്കി അടുത്തൊരു കുട്ടി വായിക്കുക. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ റാൻഡം സെലക്ഷൻ നടത്താം. റൈറ്റ്. ദെൻ ടീച്ചർ ഒരു സെന്റൻസ് വായിക്കുക, അടുത്ത സെന്റൻസ് കുട്ടികൾ വായിക്കുക, പിന്നെ ടീച്ചർ വായിക്കുക, പിന്നെ കുട്ടികൾ വായിക്കുക. അതേപോലെ ടീച്ചർ സെന്റൻസ് വായിക്കുക, ടീച്ചർ സെലക്ട് ചെയ്ത് ഒരു കുട്ടി ഒരു സെന്റൻസ് വായിക്കുക, ആ കുട്ടി സെലക്ട് ചെയ്യുന്ന അടുത്ത കുട്ടി അടുത്ത സെന്റൻസ് വായിക്കുക, ആ കുട്ടി സെലക്ട് ചെയ്യുന്ന അടുത്ത കുട്ടി സെന്റൻസ് വായിക്കുക. അങ്ങനെ പല രൂപത്തിൽ പല കളികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, റീഡിങ് അലൗഡ് എന്നുള്ള ഈ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി. കോംപ്രഹെൻഷനോ? കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ ഓരോരോ ഇതിപ്പോ ടീച്ചർ ഉറക്കം വായിക്കുന്നു, കുട്ടി ഉറക്കം വായിക്കുന്നു, അവിടെ റീഡിങ്ങിനല്ല നടക്കുന്നത്. പക്ഷെ അത് അവരെന്ത് ചെയ്യും, ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായി, അതിന് വേറെ സ്റ്റെപ്പുകളുണ്ട്. ഓൾറെഡി ടീച്ചർ അതിന്റെ എന്താണ് മീനിങ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും, കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, രണ്ട്, ഗ്രാഫിക് ഓർഗനൈസേഴ്സ് എന്നുള്ളതാണ്. പ്രൊവൈഡ് സ്റ്റുഡൻസ് വിത്ത് വിഷ്വൽ ഇൻഫർമേഷൻ ദാറ്റ് കോംപ്ലിമെന്റ് ദ ക്ലാസ് റൂം ഡിസ്കഷൻ ഓർ ടെക്സ്റ്റ്. അഥവാ ഗ്രാഫിക്സ് വിഷ്വൽസും കൂടി കുട്ടികൾ കാണാം. ഇത് ലോവർ ക്ലാസ്സുകളിലാണ് കൂടുതൽ എന്തുണ്ടാവുക, ഈ ഗ്രാഫിക് ഓർഗനൈസേഴ്സ് ഉണ്ടാവുക കേട്ടോ. മൂന്ന്, റൈറ്റിംഗ് ടു ലേൺ. സ്റ്റുഡൻസ് തിങ്ക് ഫോർ എ മിനിറ്റ് സോ ദെൻ സ്റ്റാർട്ട് റൈറ്റിംഗ് ഫോർ 5 minutes. നമ്മളൊരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിനുള്ളിൽ എന്താ വായിച്ചെന്നുള്ളത് നമ്മളൊന്ന് എഴുതി നോക്കുക. ഓക്കെ, റൈറ്റ് ടു ലേൺ അഥവാ നമുക്ക് റീഡ് ചെയ്തത് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. 4, സ്ട്രക്ചേർഡ് നോട്ട് ടേക്കിംഗ് എന്നുള്ളതാണ്. സ്റ്റുഡൻസ് ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ ഇൻ ദർ നോട്ട്ബുക്ക് ആൻഡ് അബൌട്ട് 2 inches ഫ്രം ദ ലെഫ്റ്റ് മാർജിൻ. ഒരു വെർട്ടിക്കൽ ലൈൻ വരക്കുക. ദെൻ റൈറ്റ് മെയിൻ ഐഡിയാസ് ആൻഡ് കീ വേർഡ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ലൈൻ. അഥവാ അങ്ങനെ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ കീ വേർഡ്സ് അല്ലെങ്കിൽ കീ മെയിൻ ഐഡിയാസ് ഇങ്ങനെ എഴുതി പോരാന്നാണ്. നോട്ട് മേക്കിങ്ങിന്റെ വേറൊരു രൂപമാണ്. ആൻഡ് റൈറ്റ് എ ബ്രീഫ് സമ്മറി ഓഫ് ദ ലെസൺ അറ്റ് ദ എൻഡ് ബോട്ടം ഓഫ് ദ പേജ്. അങ്ങനെ എന്താ വെച്ചാൽ ഒരു ലൈൻ വരച്ചിട്ട് അതിലിങ്ങനെ പ്രധാനപ്പെട്ട നമ്മളൊരു ഈ ടൈം ലൈനൊക്കെ വരക്കണ പോലെ പ്രധാനപ്പെട്ടത് ഇങ്ങനെ ടേംസും ഒക്കെ എഴുതി പോന്നിട്ട് അവസാനം എന്ത് ചെയ്യണം, ഈ മൊത്തത്തിൽ അതിന്റെ ഒരു സമ്മറി അവിടെ നോട്ട് ചെയ്യണം. കുട്ടികൾക്ക് ജസ്റ്റ് ആക്ടിവിറ്റിയിലൊക്കെ ചില ദിവസങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. 5, KWL ചാർട്ട് എന്നുള്ളതാണ്. ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ. അതില് K എന്നുള്ളത് വാട്ട് ടു നോ എന്നുള്ളതാണ്. ദ ലാംഗ്വേജ് ചാർട്ട് സ്റ്റാർട്ട് വിത്ത് ക്വസ്റ്റ്യൻസ്.
നമുക്ക് അതൊരു ചാർട്ട് പോലെ പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. വാട്ട് ടു നോ അഥവാ എന്താണ് അറിയേണ്ടത് എന്നുള്ളതാണ് കെ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതിനെന്ത് ചെയ്യണം, എന്തൊക്കെ നമ്മൾ ആ ഒരു ഇതിന് പഠിക്കണം എന്നുള്ള ചെറിയ ഡിസ്കഷൻ അവിടെ വരണം. ദെൻ ഡബ്ല്യു എന്നുള്ളതിന് വാട്ട് ഡു യു വാണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിനക്ക് എന്തറിയാം ഒന്ന്, ആദ്യമേ ഒരു ഡിസ്കഷൻ. രണ്ട്, വാട്ട് ഡു യു വാണ്ട് ടു നോ, നിനക്ക് എന്താണ് അറിയേണ്ടത്. ദെൻ മൂന്നാമത്തേല് വാട്ട് ഡിഡ് യു ലേൺ അബൌട്ട് ദ ടോപ്പിക്, നീ എന്ത് പഠിച്ചു. അപ്പൊ എന്തറിയാം, എന്ത് പഠിക്കണം, എന്ത് പഠിച്ചു, ഇങ്ങനെയുള്ള 3 ടേബിൾസ് വരച്ചിട്ട് അതില് നമ്മൾ എന്താണ് അറിയണത്, നമുക്ക് എന്താണ് ഇപ്പോ പഠിക്കേണ്ടത്, എന്താണ് പഠിച്ചത്, ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഒരു സ്ട്രാറ്റജി. ഇതാണ് KWL ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ കെ എന്ന് പറയുന്നത് വാട്ട് ഡു യു നോ എന്നാണ്, നിനക്ക് എന്തറിയാം. W എന്ന് പറഞ്ഞാല് വാട്ട് ഡു യു വാണ്ട് ടു നോ. ഓക്കെ, വാണ്ട് ടു നോ, നിനക്ക് എന്താ അറിയണം. L ഫോർ വാട്ട് ഡിഡ് യു ലേൺ, നീ എന്ത് പഠിച്ചു. ഇത് ഫില്ല് ചെയ്യാന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത്. അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞത് സ്ട്രാറ്റജീസ് യൂസ്ഡ് ഫോർ റീഡിംഗ് കോംപ്രഹെൻഷൻ ഇൻ കോണ്ടന്റ് ഏരിയ. ഒരു കോണ്ടന്റ് പഠിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ്, ഒന്ന് റീഡ് അലൗഡ്, 2 ഗ്രാഫിക് ഓർഗനൈസേഴ്സ്, 3 റൈറ്റിംഗ് ടു ലേൺ, 4 സ്ട്രക്ചേർഡ് നോട്ട് ടേക്കിംഗ്, 5 KWL ചാർട്ട്. ഇനി ഡെവലപ്പിംഗ് റൈറ്റിംഗ് സ്കിൽ ഫോർ റൈറ്റിംഗ് ഇൻ സ്പെസിഫിക് കോണ്ടന്റ് ഏരിയാസ് ആണ്. ഇതിങ്ങനെ ഓരോരോ സ്പെസിഫിക് കോണ്ടന്റ് ഏരിയാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇവിടെ പറയുന്നത് വെച്ചാൽ ദർ ഇസ് വാസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റുഡൻസ് ആൻസറിംഗ് ക്വസ്റ്റ്യൻ ഇൻ ലാംഗ്വേജ് സബ്ജക്ട് ആൻഡ് റൈറ്റിംഗ് ആൻസേഴ്സ് ഇൻ സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് സോഷ്യൽ സയൻസ്. അല്ലെ, ലാംഗ്വേജും സയൻസും, അല്ലിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലാംഗ്വേജും ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി, ഇത് തമ്മിൽ പഠിക്കുന്ന രീതികളും ക്വസ്റ്റ്യൻ വരുന്ന രീതിയും കുട്ടികളെ ആൻസർ ചെയ്യുന്ന രീതിയും ഒക്കെ ഡിഫറെന്റ് അല്ലേ? നല്ല ഡിഫറെന്റ് ഉണ്ട്. സയൻസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ പ്രിസൈസ് ആൻസർ കയറാം, ഷോർട്ട് ആൻസർ കയറാം, കൃത്യം ആൻസർ വരക്കുക, ഒരു ഡയഗ്രാം വരക്കുക, അതോടുകൂടി തീർന്നു. എന്നാൽ ലാംഗ്വേജിൽ അങ്ങനെയല്ല. ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടാവും, എക്സ്പോസിറ്ററി ഉണ്ടാവും, അതിൽ എന്തുകൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഇതിന്റെ സമ്മറി എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരത്തി എഴുതാനുണ്ടാവും. അതൊരു നല്ല ഡിഫറൻസ്. നമുക്ക് 4 പോയിന്റ് ചെയ്താൽ 2 മാർക്ക് കിട്ടും. ഇവർക്ക് 4 പേജ് ചെയ്താൽ 2 മാർക്ക് കിട്ടും. സത്യാണ്, മലയാളമൊക്കെ എഴുതി ഈ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചൊന്ന കുട്ടികളെ പൊതുവെ പരത്തി എഴുതി ചെയ്യാനുള്ള ആളുകളാണ്. നമ്മളെ കൊമേഴ്സിന്റെ തിയറി പേപ്പേഴ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ്. ഈ മാനേജ്മെന്റ് അങ്ങനത്തെ അതുകൊണ്ട് നമുക്ക് കുറെ വെള്ളം ചേർക്കാൻ പറ്റും. വെള്ളത്തിൽ പോയിന്റ് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല, അത് വേറെ കാര്യം. പക്ഷെ അതിനെ ആ ഒരു പരത്തിയതിനെ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര ടാസ്കാ. വായിച്ചെടുക്കേണ്ടത് കുറച്ച് പണിയാണ്. ഓരോ പോയിന്റ് മാത്രല്ല നമുക്ക് ഉറപ്പാ ഇത് മൊത്തം ഇയാളൊന്നും വായിച്ചു നോക്കൂലെന്ന് ഉറപ്പാ. ഫസ്റ്റൊക്കെ നല്ല പോയിന്റ് ചെയ്തിട്ട് ഇടയിൽ നമ്മൾ കുറെ വെള്ളം ചേർക്കും, എന്നിട്ട് അവസാനത്തേക്ക് കുറച്ച് നല്ലോണം അടിപൊളി ചെയ്തു. എക്സാം ഓറിയന്റഡ് ആയ സാധനം നമ്മള് ഒരു ദിവസം പറഞ്ഞു തരുന്നു കേട്ടോ. അപ്പൊ എനിക്കറിയണ കുറച്ച് എക്സാം ടിപ്സ്. നമ്മളിപ്പോ ഈ എക്സാമിനൊക്കെ അത്യാവശ്യം എഴുതേണ്ടി വരില്ലേ? എഴുതണം. എഴുതുമ്പോ അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പുറത്ത് കുറെ എഴുതിയിട്ട് മാർക്ക് കിട്ടൂല. മാർക്ക് കിട്ടാനുള്ള ചില സ്ട്രാറ്റജികളുണ്ട്. നമുക്ക് ഒരു ദിവസം ഡിസ്കഷൻ അതാക്കാം. ജസ്റ്റ് അത് പറ്റും. ഞാനൊന്നും ഇതുവരെ പുറത്തുനിന്ന് എക്സാം എഴുതിയിട്ടില്ല. ഓക്കെ, അത് നമുക്ക് ഒരു സാധാക്കാം. 40 പേജസ് എക്സാം എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ശരിയാ? നമുക്ക് അന്ന് ഡിസ്കസ് ചെയ്താ പോരെ? ഓക്കെ ഓക്കെ, ആ ഓക്കേലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഓക്കെയാണ്. ഇൻ ലാംഗ്വേജ് അല്ലേ? എന്നാലും അത് മാത്രം സാറിന് ഇപ്പൊ പറയാം, മുപ്പത്തിയാർക്ക് ഒരു വിഷമം ഉണ്ടാവും. ഞാൻ അതല്ല, അത് സാറ്റിസ്ഫൈഡ് ആകൂ. അല്ല, ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അത് തുടങ്ങാൻ തന്നാ മതിയല്ലോ. നമുക്ക് അതിന്റെ സെഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ചെയ്യാം. എനിക്കറിയുന്ന കാര്യം നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. കാരണം ഇന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പ്രായമില്ല ഡിസ്കസ് ചെയ്യാം. മിസ്റ്റേക്ക് ഈസ് സ്ട്രെസ്ഡ്. ലാംഗ്വേജിലല്ലേ ഗ്രാമർ നല്ലോണം നോക്കേണ്ടി വരും അല്ലേ? എന്നാൽ സയൻസിലൊക്കെ ആണെങ്കിൽ ആ ഗ്രാമറിന് വലിയ പ്രാധാന്യം കൊടുക്കൂല. പക്ഷെ ആ ഒരു കോണ്ടന്റും സംഭവം ഉണ്ടെങ്കിൽ മാർക്കൊക്കെ കിട്ടും. എന്നാൽ ലാംഗ്വേജിന്റെ പരീക്ഷ എഴുതുമ്പോൾ ലാംഗ്വേജ് അഥവാ ഗ്രാമാറ്റിക്കൽ എലമെന്റ്സ് കാര്യമായിട്ട് നോക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബട്ട് ഇൻ സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ് സബ്ജക്ട്
ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ആർ ടോളറേറ്റഡ് അല്ലെ. അതിൽ ഗ്രാമർ അല്ലെങ്കിൽ ലാംഗ്വേജ് അങ്ങനൊന്നും പ്രശ്നമില്ല, സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടും എന്നുള്ളതാണ്. ദെൻ സയൻസ് കോണ്ടന്റിലാണെങ്കിൽ എംഫസിസ് ഇസ് ഗിവൺ ടു യൂസിങ് കറക്റ്റ് സിമ്പിൾസ്, ഇക്വേഷൻ, ഡ്രോയിങ്സ്, ഡയഗ്രാംസ് ഒക്കെയാണ്. നമ്മുടെ ഭാഷയിൽ നമുക്ക് ഡയഗ്രാംസും ടേബിൾസും അതൊക്കെ കുറവായിരിക്കും, പരത്തി എഴുതലാണ്. സയൻസ് ആണെങ്കിലോ അത് കുറെ ഇക്വേഷന്, അതിന് കുറച്ച് ഡയഗ്രാംസ്, അത് കൃത്യമായി അതിന് വരക്കണം, കൃത്യമായി മാർക്ക് ചെയ്യണം. അങ്ങനെ ഒരു പിന്നെ എന്താ പറയാ, ഒരു എസ്സേക്ക് പകരം നമ്മളൊരു എസ്സേ എഴുതുമ്പോൾ ഒരു ഡയഗ്രാം ആയിരിക്കും വരക്കുണ്ടാവുക. സോ ആ ഒരു ഡിഫറൻസസ് എന്തുണ്ട് ഓരോരോ കണ്ടന്റ് ഏരിയയിൽ ഉണ്ട് എന്നാണ് പറയണേ. കെമിസ്ട്രി അതിൽ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് പറയേണ്ടി വരും. ആ ബോണ്ടുകൾ ഇങ്ങനെ അല്ലെ, ആ HCl ഇങ്ങനെ കോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരക്കണ്ടില്ലേ, കെമിസ്ട്രി പഠിച്ചോലാരാ? ഫ്ലോ ചാർട്ടൊക്കെ വരച്ചാൽ ഞങ്ങൾക്ക് മാർക്ക് കിട്ടും. Then activities for developing writing skills for writing in specific content area. ഇവിടെ കുറച്ച് ടിപ്സ് ആണ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആണ് റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള. Making students take note while the teacher is explaining content area in the class. നമ്മൾ എപ്പോൾ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിലും കുട്ടികൾ പറയണം നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതണം അല്ലെങ്കിൽ ലെക്ചർ നോട്ട് എഴുതണം എന്ന് പറയണം. അതൊരു സ്കില്ലാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നു വേണ്ട, പക്ഷെ അവർ പരമാവധി ഇങ്ങനെ റിലേഷൻസ് ഒക്കെ വരച്ചിട്ടും അല്ലെങ്കിൽ ഡ്രോ ചെയ്തിട്ടും ഷോർട്ട് ആക്കിയിട്ടും ഒക്കെ അവരെന്ത് ചെയ്യണം, ഷോർട്ട് നോട്ട് എഴുതണം. അത് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ആക്കാൻ പറ്റും. രണ്ട്, മേക്കിംഗ് സ്റ്റുഡൻസ് റൈറ്റ് എസ്സേസ് ഓൺ ഗിവൺ ടോപ്പിക്. ഒരു ടോപ്പിക് കൊടുത്തിട്ട് അവരോട് അതിനെ കുറിച്ച് എസ്സേ എഴുതാൻ പറയാം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എക്സ്പ്ലനേഷൻസ് എഴുതാൻ പറയാം. 3, മേക്കിംഗ് സ്റ്റുഡൻസ് ടു ഗോ ത്രൂ എ ലോങ് ടെക്സ്റ്റ് പാസേജ്. വലിയ പാസേജ് കൊടുത്തിട്ട് അതിനെ ഷോർട്ടാക്കി എഴുതാൻ പറയാം, അല്ലെങ്കിൽ വലിയ പാസേജ് വായിച്ച് പരിശീലിപ്പിക്കുക. 4, എൻകറേജിങ് സ്റ്റുഡൻസ് ടു എക്സ്പ്രസ് ദെയർ ഇമാജിനേറ്റീവ് സ്കിൽ ബൈ റൈറ്റിംഗ് ഷോർട്ട് സ്റ്റോറീസ്. ഇടയ്ക്ക് ഷോർട്ട് സ്റ്റോറി, പോയം, ജോക്ക്, വൺ ആക്ട് പ്ലേ തുടങ്ങിയിട്ട് ഇമാജിനേഷനിലുള്ള കാര്യങ്ങൾ എഴുതാൻ കൊടുക്കുക. നമ്മളൊരു സെന്റൻസ് കൊടുക്കുക, അതിന്റെ ബാക്കി സ്റ്റോറി എഴുതാൻ പറയാം, അതിന്റെ ഒരു പിക്ചർ അടിച്ചു കൊടുക്കുക, ആ പിക്ചർ സ്റ്റോറി എഴുതാൻ പറയാം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊടുക്കാം. ലാസ്റ്റ് വൺ, ആസ്കിംഗ് സ്റ്റുഡൻസ് ടു റൈറ്റ് ലീവ് ലെറ്റേഴ്സ്, അപ്ലിക്കേഷൻ, സീക്കിംഗ് ജോബ്സ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എക്സെട്ര. അഥവാ ഫോർമൽ ലെറ്റേഴ്സ്, അത് ഫോർമാലിറ്റി ഉള്ള അല്ലെങ്കിൽ ഫോംസ് ഉള്ള ലെറ്റേഴ്സ് എഴുതിപ്പിക്കുക. അതിൽ നിന്ന് അവർക്ക് അതിന്റെ ഒരു ഫോം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ആണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ആക്ടിവിറ്റീസ് ഫോർ ഡെവലപ്പിംഗ് റൈറ്റിംഗ് സ്കിൽ ഫോർ റൈറ്റിംഗ് ഇൻ സ്പെസിഫിക് കോണ്ടന്റ് ഏരിയ, അതിന്റെ ബാക്കിയാണ്. ട്രെയിനിങ് സ്റ്റുഡൻസ് ടു എക്സ്പ്രസ് ദംസെൽഫ് ഇൻ സിമ്പിൾ ലാംഗ്വേജ് സ്റ്റൈൽ. അഥവാ സ്വന്തം ലാംഗ്വേജിൽ, സിമ്പിൾ ലാംഗ്വേജിൽ എഴുതി പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാം. അവോയ്ഡിങ് ദ ഫ്ലോവറിംഗ് ഓർ ഫ്ലോറിഡ് സ്റ്റൈൽ വിത്ത് ഹൈ സൗണ്ടിങ് വേർഡ്സ്. ചില ആളുകൾക്ക് ഉണ്ടാവും ഭയങ്കര കട്ടിയുള്ള ടേംസ് ഉപയോഗിച്ചാലാണ് അല്ലെങ്കിൽ ഭയങ്കര ടഫാക്കി എഴുതിയാലാണ് സംഭവമാകുക എന്നൊക്കെയുള്ള തോന്നലുണ്ടാവും. സിമ്പിൾ ലാംഗ്വേജ് എഴുതി ശീലിപ്പിക്കുക എന്നാണ് അവിടെ പോയിന്റ് പറയുന്നത്. Then providing training to write without mutilating the shape of the letters and giving proper space between words and sentences. അഥവാ പ്രോപ്പറായി എഴുതാൻ പഠിപ്പിക്കുക. ചില ആളുകൾ ഭയങ്കരമായി ചെരിച്ചും വളച്ചും ഒക്കെ എഴുതും, അപ്പം അത് റീഡബിൾ ആവില്ല. റീഡബിലിറ്റി ഉണ്ടാവണമെങ്കിൽ കോമൺ ആയിട്ട് എഴുതണം, അഥവാ നോർമൽ ആയിട്ട് എഴുതണം. The writing should be well organized by forming several paragraphs, each containing related information. നമ്മൾ മൊത്തം റൈറ്റ് ചെയ്യുമ്പോൾ പാരഗ്രാഫുകളാക്കിയിട്ട് എഴുതാൻ പറയാം. റൈറ്റിംഗ് ഷുഡ് ബി വെൽ ഓർഗനൈസ്ഡ് ബൈ ഫോമിങ് സെവറൽ പാരഗ്രാഫ്സ്. നമുക്കറിയാം ഒരു വലിയ ലെങ്തി സെന്റൻസ് ആണെങ്കിൽ അതിൽ പാരഗ്രാഫ് ആക്കിയിട്ട് വേണം എഴുതാൻ. അപ്പം ഈ എസ്സേക്കൊക്കെ എഴുതുമ്പോൾ പരീക്ഷ എഴുതുമ്പോൾ പറയുന്ന ഒരു പോയിന്റ് അതാണ്. ശരിക്കും നമുക്കിപ്പോൾ ഒരു എസ്സേ എഴുതണമെങ്കിൽ അതിനിങ്ങനെ നമ്മൾ ചില ആളുകൾ ഒറ്റ പാരഗ്രാഫ് ഒരു പേജ് മുഴുവൻ, അടുത്ത പാരഗ്രാഫ് അടുത്ത പേജിലുണ്ടാവാം. ശരിക്കും പാരഗ്രാഫുകളാക്കി കട്ട് ചെയ്യണം. ഒരു 3-4 പാരഗ്രാഫ് വരെ ഒരു പേജിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എഴുതണം എന്നുള്ളതാണ്. മാത്രമല്ല ഓരോ പാരഗ്രാഫും ഓരോ പോയിന്റ് ആയിരിക്കണം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു റൂളും കൂടി അതിലുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കൊടുത്ത പോയിന്റുകളുടെ എക്സ്പ്ലനേഷൻ ആയിരിക്കണം ഓരോരോ പാരഗ്രാഫുകൾ എന്നുള്ളതാണ് സത്യം. Then explaining fact, concept, providing suitable topics and subtopics. Suitable topics and sub topics ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അവരുടെ എക്സ്പ്ലെയിനിങ് ഫാക്ട് ആൻഡ് കോൺസെപ്റ്റ് അവരുടേതായ രൂപത്തിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അതുപോലെ ആഫ്റ്റർ എക്സ്പ്ലെയിനിങ് ഈസ് കോൺസെപ്റ്റ് ദ ഗിസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് ടു ബി സ്റ്റേറ്റഡ് ഇൻ 1 or 2 lines അറ്റ് ദ എൻഡ്. ഓരോ ഫാക്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലും ഇതെന്താണ് ഞാൻ ഇതിനോട് ഉദ്ദേശിച്ചത് എന്നുള്ള ഒരു സാധനം ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് ആക്കിയിട്ട് കൊടുക്കാൻ പറയാം.
അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ടിപ്സുകൾ പറഞ്ഞു എന്ന് മാത്രം. ഇനി സ്ട്രാറ്റജീസ് ഫോർ ഡെവലപ്പിംഗ് ഓറൽ ലാംഗ്വേജ് ഫോർ പ്രൊമോട്ടിംഗ് ലേണിംഗ് അക്രോസ് ദ സബ്ജക്ട് ഏരിയാസ്. അഥവാ ഓറൽ ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ട സ്ട്രാറ്റജീസ്. ഒരു 9 സ്ട്രാറ്റജീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് കുറെയൊക്കെ നമ്മൾ ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളാണ്. ഒന്ന് ഡെയിലി ക്വസ്റ്റ്യൻസ് ആണ്. ഡെയിലി നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ആൻസർ പറയിപ്പിക്കാം. അതല്ലെങ്കിൽ ഡെയിലി ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ ബോക്സിൽ ഇട്ടുകൊണ്ട് ഇതിലൊരു എന്താ പറയണത്, ഒരു ആൻസർ സെഷൻ പറയണത്. ഓരോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഓരോ ബോക്സിൽ ഇട്ടിട്ട് അതിൽ നിന്ന് ആ ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ മൊത്തം ഓപ്പൺ ആക്കിയിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നൊക്കെ നോക്കുക. അങ്ങനെ അതിന് ആൻസർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ പറയണേ. ഡെയിലി ഓറൽ ലാംഗ്വേജ് പ്രാക്ടീസസ്. ഒരു 1 മിനിറ്റ് ടോക്ക് അല്ലെങ്കിൽ 2 മിനിറ്റ് ടോക്ക് ഒക്കെ ഇങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അതിന് തെറ്റു ശരി നോക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു ടോപ്പിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുക, അടുത്ത ടോപ്പിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുക, അങ്ങനെ. പിന്നെ ഡ്രാമാറ്റിക് വൊക്കാബുലറി ആണ്. അഥവാ ഗസ് ദ വേർഡ് ബൈ ഒബ്സർവിംഗ് ഫേഷ്യൽ എക്സ്പ്രഷൻ ആൻഡ് ജെസ്റ്റേഴ്സ്. ഒരാള് ഒരു വേർഡ് എന്ത് ചെയ്യണം, എന്താണ് പറയാൻ ഉദ്ദേശിക്കുക എന്നുള്ള എക്സ്പ്രഷൻസും ജെസ്റ്റേഴ്സും വെച്ചിട്ട് അതൊരു ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ സാധാരണ ഈ സിനിമകളുടെ പേരൊക്കെ പറഞ്ഞ് കളിക്കാറില്ലേ, സ്ഥലങ്ങളുടെ പേരൊക്കെ. ഓപ്പോസിറ്റുള്ള ടീമിന്റെ ആളെ ചെവിയിൽ കൊണ്ടിട്ട് ഒരു പേര് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ആ വ്യക്തി എന്ത് ചെയ്യണം, ആ പേര് എന്താന്നുള്ളത് ഈ എക്സ്പ്രഷനും ഇതൊക്കെ കാണിച്ചിട്ട് ആ ടീം അംഗങ്ങളെ പറയിപ്പിക്കണം. എന്റെ ഫേവറേറ്റ് കളിയിൽ ഒന്നാണത്. അതിന്റെ ഇടങ്ങാറ് പേരൊക്കെ തപ്പിപ്പിടിച്ചാണ്ട് കൊണ്ടുപോയി പറഞ്ഞു കൊടുക്കാനുണ്ടല്ലേ, സിനിമയുടെ പേര് കണ്ടുപിടിക്കുക. അതേപോലെ ടേംസ് അല്ലെങ്കിൽ വേർഡ്സ് വെച്ചിട്ട് കളിക്കാന്ന് പറയണേ. പിന്നെ വേർഡ് വാൾ എന്നുള്ളതാണ് അടുത്തൊരു ആക്ടിവിറ്റി പറയുന്നത്, സ്ട്രാറ്റജി. മേക്ക് ന്യൂ വേർഡ്സ് ഫ്രം വേർഡ് റിട്ടൺ ഓൺ ദ ബ്ലാക്ക് ബോർഡ്. അത് നമ്മള് ഒരു പിന്നെ വേർഡോ അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയാ ആൽഫബറ്റോ എന്തെങ്കിലും ബ്ലാക്ക് ബോർഡിൽ എഴുതി കൊടുക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ക്യാറ്റ് എന്ന് കൊടുത്താൽ ആ സി വെച്ചിട്ടും എ വെച്ചിട്ടും ടി വെച്ചിട്ട് അവർ എന്തുണ്ടാക്കണം, വാക്കുണ്ടാക്കണം. അല്ലെങ്കിൽ ടി വെച്ചിട്ട് അടുത്ത വാക്കുണ്ടാക്കണം, അല്ലെങ്കിൽ സി വെച്ച് അടുത്ത വാക്കുണ്ടാക്കണം. അങ്ങനെയൊക്കെയുള്ള കളികൾ കളിക്കാന്ന് ഉദ്ദേശിക്കുന്നത്. ടേക്ക് എ സ്റ്റാൻഡ് ആൻഡ് ഡിബേറ്റ്. നമ്മളൊരു പിന്നെ എന്താണ്, വാട്ട് ഈസ് യുവർ സ്റ്റാൻഡ് എന്ന് ചോദിക്കലാണ്. ഒരു കോണ്ടെക്സ്റ്റ് കൊടുക്കുക, അത് നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിക്കലാണ്. ഇപ്പം ഒരു മദർ അടുക്കളയിലുണ്ട്, ഒരു കുട്ടി അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഒന്ന് ഒരു ചായ കുടിച്ചപ്പോൾ ഒരു ഗ്ലാസ് അറിയാതെ ചാടി വീണ് പൊട്ടിപ്പോയി. അവിടെ നിങ്ങൾ ആരെ കൂടെ നിൽക്കും? മദർ ആ കുട്ടിനെ നേരെ ചൂടാക്കുന്നുണ്ട്, അഥവാ ചീത്ത പറയുന്നുണ്ട്. ആ കുട്ടി എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്, കാരണം അതിന്റെ കയ്യിൽ അറിയാതല്ലേ അല്ലെങ്കിൽ വൈദ്യുതി പോയതാന്നൊക്കെ പറയുന്നുണ്ട്. വാട്ട് വുഡ് ബി യുവർ സ്റ്റാൻഡ്? അങ്ങനെയൊക്കെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് പറയിപ്പിക്കുക. പിന്നെ ഡിസ്കഷൻ, സെമിനാർ, ഇന്റർവ്യൂ, അതുപോലെ തന്നെ ലിസണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ്. അഥവാ നമുക്ക് വേണമെങ്കിൽ ഓഡിയോ പ്ലേ ചെയ്യാം, എന്നിട്ട് എന്താണ് നമ്മളിപ്പോൾ കേട്ട ഓഡിയോനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഓറൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യാം. ദെൻ റീഡിങ് ഇൻ കോണ്ടന്റ് ഏരിയാസ്. ഇവിടെയും പിന്നെ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഡിഫറെന്റ് ഡിസിപ്ലിൻസിന് എങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. എഡ്യൂക്കേറ്റേഴ്സ് കോൾ റീഡിങ് ടു ലേൺ, അഥവാ പഠിക്കാൻ വേണ്ടി വായിക്കുക എന്നുള്ളതാണ് ആക്ച്വലി റീഡിങ് ഇൻ കോണ്ടന്റ് ഏരിയ എന്നുള്ളതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ എഡ്യൂക്കേറ്റേഴ്സിനെ നമ്മള് അഥവാ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, അവരെ നമ്മൾ വിളിക്കുന്ന വേറെ പേരറിയുന്നത് സ്കോളേഴ്സ് ആണോ? വെരി ഗുഡ്. സ്കോളേഴ്സ് എന്നാണ് ശരിക്കും വിളിക്കേണ്ടത്. എഡ്യൂക്കേറ്റേഴ്സ് വിളിക്കാം, സ്കോളേഴ്സ് എന്ന് വിളിക്കാം. സോ റീഡിങ് ടു ലേൺ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ്, ലേണിംഗ്, യൂസിങ് കോണ്ടന്റ് ഏരിയ, സബ്ജക്ട് മാറ്റർ, ഡിസിപ്ലിനറി ടെക്സ്റ്റ് ബുക്ക് സച്ച് ആസ് ടെക്സ്റ്റ് ഇൻ സയൻസ്, ഹിസ്റ്ററി, ലിറ്ററേച്ചർ. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് റീഡ് ചെയ്തിട്ട് അതിന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. Educators often state reading to learn is different from learning to read. രണ്ട് ടേംസ് ഒക്കെ ആണെങ്കിൽ റീഡിങ് ടു ലേൺ, ലേണിംഗ് ടു റീഡ്, ഇത് രണ്ടല്ലേ ശരിക്കും? റീഡിങ് ടു ലേൺ പഠിക്കാൻ വേണ്ടി വായിക്കാം, ലേണിംഗ് ടു റീഡ് വായിക്കാൻ വേണ്ടി പഠിക്കാം. അഥവാ ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ലേൺ ചെയ്യേണ്ടി വരും അല്ലെ? ആ ലാംഗ്വേജിൽ എന്തെങ്കിലും വായിക്കണമെങ്കിൽ ഇപ്പൊ ഇംഗ്ലീഷ് വളരെ ഫ്ലുവന്റ് ആയിട്ട് പഠിച്ചാലല്ലേ നമുക്ക് അതിലെന്തെങ്കിലും വായിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ലാംഗ്വേജ് അറിയെങ്കിൽ നമുക്കൊരു കോണ്ടന്റ് പഠിക്കണമെങ്കിൽ റീഡിങ് ടു ലേൺ ആണ്, നമ്മൾ എന്ത് ചെയ്യണം, വായിക്കണം. ഇങ്ങനെ രണ്ട് തരം സംഭവങ്ങൾ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് കേട്ടോ. സോ വെൻ സ്റ്റുഡൻസ് ലേൺ ടു റീഡ്,
The focus is often on the pronunciation and comprehension of narrative text. അപ്പം ലേൺ ടു റീഡ്, വായിക്കാൻ വേണ്ടി പഠിക്കുക. എങ്ങനെയാണ് വായിക്കുക എന്ന് പഠിക്കുമ്പോൾ ആക്ച്വലി അതിന്റെ പ്രൊനൗൺസിയേഷനും അതിന്റെ ആൽഫബറ്റ്സും സ്പെല്ലിങ്ങും അതിലേക്കൊക്കെ പോകുന്നതാണ് പറയണേ. ഒന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇങ്ങനെ ഭയങ്കര സ്ട്രെസ് ചെയ്ത് പഠിക്കുന്ന സാധനമൊന്നുമല്ല കേട്ടോ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൊഫിഷ്യൻസി ഇൻ റീഡിങ് കോണ്ടന്റ് ഏരിയ, അഥവാ റീഡിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ? ദ ഡിസ്പൊസിഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ഹു റീഡ് ഇൻ ദ ഡിസിപ്ലിൻ. ഒരാൾക്ക് വായിക്കാൻ തീരെ താല്പര്യമില്ല, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനോടുള്ള ഒരു അടുപ്പല്ലെങ്കിൽ എന്ത് ചെയ്യും? റീഡിങ്ങിനെ ബാധിക്കും. ഗോൾ ദാറ്റ് സ്റ്റുഡൻസ് അഡോപ്റ്റ് ഫോർ ലേണിംഗ്, അവന്റെ ഗോള് ലക്ഷ്യം മാറിപ്പോയാലും അവന്റെ റീഡിങ്ങിനെ അത് ബാധിക്കും. ദ സ്ട്രക്ചർ, ഡിഫിക്കൽട്ടി ലെവൽ, ടോൺ ഓഫ് ദ ടെക്സ്റ്റ്. നമ്മൾ വായിക്കുന്ന ടെക്സ്റ്റ് കോണ്ടന്റ് ടഫ് ആണെങ്കിൽ, അതിന്റെ സെന്റൻസ് സ്ട്രക്ചർ ഒക്കെ ഭയങ്കര ടഫ് ആണെങ്കിൽ റീഡിങ്ങിനെ ബാധിക്കും. 4, ദ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് റിക്വയർഡ് ഫോർ ദ ഇൻഡിവിജ്വൽ. ഈ ഇൻഡിവിജ്വലിന്റെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അയാൾക്ക് തീരെ പ്രൊഫഷൻസ് ഇല്ല, ലാംഗ്വേജ് പ്രൊഫഷൻസ് ഇല്ലെങ്കിലും റീഡിങ്ങിനെ ബാധിക്കും. 5, the form in which that understanding is displayed. The form in which that understanding is displayed. That means എന്താ പറയാ, നമ്മളെ ടെക്സ്റ്റിന്റെ ഒരു ഫോം ഉണ്ടല്ലോ, അഥവാ അത് ഈസിലി റീഡബിൾ ആണോ അല്ലെങ്കിൽ ഈസിലി കോംപ്രഹെൻസിബിൾ ആണോ, അതിനനുസരിച്ച് നമ്മുടെ റീഡിങ്ങിനെയും അത് ബാധിക്കും. അപ്പം ഇത് ചില വലിയ വലിയ പോയിന്റ് ഒന്നും അല്ല, ജസ്റ്റ് വായനക്കാരന് താല്പര്യം ഇല്ലെങ്കിൽ റീഡിങ് കൃത്യം നടക്കൂല അല്ലെ, അവര് ലക്ഷ്യം മാറിയപ്പോൾ നടക്കൂല, ആ ഒരു നമ്മൾ വായിക്കുന്ന കോണ്ടന്റ് ടഫായി പോയാൽ നടക്കൂല, അതുപോലെ തന്നെ അവന്റെ റീഡറുടെ ഒരു പ്രൊഫിഷ്യൻസി മാറിപ്പോയാൽ നടക്കൂല, അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ഫോമിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ, ദാറ്റ് മീൻസ് അത് അണ്ടർസ്റ്റാൻഡബിൾ ആണോ, എങ്കിലും അണ്ടർസ്റ്റാൻഡബിൾ ആണെങ്കിൽ റീഡിങ് നടക്കും, അല്ലെങ്കിൽ നടക്കൂല. ഇനി വീണ്ടും ഇതിന്റെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂഷൻ ആണ്. ഹൗ ടു റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് കോണ്ടന്റ് ഏരിയ ടെക്സ്റ്റ്, എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെയാണ്. സോ റീഡേഴ്സ് നീഡ് ടു ചൂസ് ആൻഡ് റിവൈസ് ദിയർ ചോയ്സ് ഓഫ് റീഡിംഗ് സ്ട്രാറ്റജീസ്. ഒന്നിച്ചാലേ ഈ റീഡേഴ്സ് അവരുടെ റീഡിംഗ് സ്ട്രാറ്റജീസ് എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. അത് കൃത്യമായി ചൂസ് ചെയ്യണം. എങ്ങനെയാണ് ഞാൻ വായിക്കേണ്ടത്? ഓരോരുത്തർക്കും ഓരോ റീഡിംഗ് ഹാബിറ്റുകൾ ഉണ്ടാവും, റീഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അവർ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. 2, ദ റീഡർ മസ്റ്റ് ഫസ്റ്റ് ഐഡന്റിഫൈ ദ ടെക്സ്റ്റ് സ്ട്രക്ചർ. എന്താണ് ഞാൻ വായിക്കാൻ പോണ ടെക്സ്റ്റ് എന്നുള്ളത് ഈ റീഡർക്ക് കൃത്യമായിട്ട് അറിയണം. ഞാൻ വായിക്കാൻ പോണത് എന്ത് ലാംഗ്വേജ് ആണ്, എന്ത് സ്ട്രക്ചർ ആണ്, അതിന്റെ കോണ്ടന്റ് എന്താണ് എന്നുള്ളതൊക്കെ അറിയണം. 3, യൂസ് ജനറൽ റീഡിംഗ് സ്ട്രാറ്റജി സച്ച് ആസ് ക്വസ്റ്റ്യനിങ്, മേക്കിംഗ് ഇന്റർഫറൻസ്, കണക്ഷൻ, ആക്ടിവേറ്റിംഗ് പ്രിയർ നോളജ്. അഥവാ ചിലത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് പഠിക്കേണ്ടി വരും, ചിലത് അതിന്മേൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, ചിലത് അനലൈസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കമ്പയർ ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള റീഡിംഗ് ചോയ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം? റീഡിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. 4, മേക്കിംഗ് മീനിങ് ഓൺ 3 ഡിഫറെന്റ് ലെവൽ, ലിറ്ററൽ, ഇൻഫറൻഷ്യൽ ആൻഡ് ഇവാലുവേഷൻ. എന്താണ് ലിറ്റററി മീനിങ്? വാക്കർത്ഥം എന്താണ്? അതിന്റെ ഇൻഫറൻഷ്യൽ റീഡിങ് എന്താണ്? അഥവാ അതിന്റെ ഇന്നർ മീനിങ് എന്താണ്? അതുപോലെ തന്നെ അതിനെ ഹൗ ടു ഇവാലുവേറ്റ്, ഇത് ഞാൻ എങ്ങനെ കാണണം? ഇങ്ങനെ നമ്മൾ മുന്നിലുള്ള ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ഹൗ ഡു റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടന്റ് ഏരിയ എന്നുള്ളതിൽ പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ എന്താ ഒരു അർത്ഥമില്ലാത്ത കുറെ സാധനമായിട്ട് തോന്നുന്നില്ലേ? ഏറെക്കുറെ ഇത്രയൊക്കെ തന്നെ പറയുന്നുള്ളൂ, വേറെ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല. ഇതൊരു ഇപ്പൊ സ്ക്രീനിലുള്ളത് ഒരു റീഡിംഗ് സ്ട്രാറ്റജിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ദർ ആർ 3 പാർട്സ് ഇൻ ദ പ്രോസസ് ഓഫ് റീഡിംഗ്. അഥവാ കുട്ടികളെ കൊണ്ട് ഒരു ടെക്സ്റ്റ് വായിപ്പിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട 3 സ്റ്റെപ്പുകളാണിത്. പ്രീ റീഡിംഗ് പ്രോസസ്, റീഡിംഗ് പ്രോസസ് ആൻഡ് പോസ്റ്റ് റീഡിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാല്. ഓക്കെ, ഓരോ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറയുന്നുണ്ട്. ഒന്ന് പ്രീ റീഡിംഗ് പ്രോസസ് ആണ്. ഹാവിങ് എ കംപ്ലീറ്റ് ഓവറോൾ ഗ്ലാൻസ് ഓഫ് ദ കോണ്ടന്റ് ഏരിയ. അഥവാ ഒരു കുട്ടി ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിന് മുമ്പ് ആ ടെക്സ്റ്റ് എന്തിനെ കുറിച്ചുള്ളതാണ്, അതിനെ കുറിച്ചൊരു ഐഡിയ കുട്ടിക്ക് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് അത് വായിച്ച കണക്റ്റഡ് ആയി പോകും. 2, കോൺസെപ്റ്റ് ഡിഫൈൻഡ് ആൻഡ് എക്സ്പ്ലെയിൻഡ്. നമ്മൾ വായിക്കാൻ പോകുന്ന കോൺസെപ്റ്റ് ടീച്ചർ എന്ത് ചെയ്യണം? ഒന്ന് ഡിസ്കസ് ചെയ്ത് കൊടുക്കണം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. നോയിങ് ദ മീനിങ് ഓഫ് ന്യൂ വേർഡ്സ്. അതിൽ എന്തെങ്കിലും പുതിയ വാക്കുകൾ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ചിലപ്പോൾ ടെക്നിക്കൽ ടേംസ് ഉണ്ടാകും, ന്യൂ വേർഡ്സ് ഉണ്ടാകും, അതിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. 4, ലേണിംഗ് ടു നോ ദ നാച്ചർ ഓഫ് വേരിയസ് പാരഗ്രാഫ്സ്. ഓരോരോ പാരഗ്രാഫുകൾ എങ്ങനെ കടന്നു പോവുക, അതിന്റെ നാച്ചർ എന്താണെന്നുള്ളതൊന്ന് കുട്ടികൾക്ക് അറിയിച്ചു കൊടുക്കണം. 5, നോയിങ് ദ സബ് ടോപ്പിക്സ്. മെയിൻ ടോപ്പിക്കും സബ് ടോപ്പിക്കും ഒക്കെ എന്തൊക്കെ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രീ റീഡിംഗ് പ്രോസസ്സിൽ സംഭവിക്കുന്നത്.
അപ്പം നിങ്ങളിപ്പോ ഒരു ഏത് സബ്ജക്റ്റ് ആവട്ടെ, സോഷ്യൽ സയൻസ് ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, അതല്ലെങ്കിൽ കോമേഴ്സ് ആവട്ടെ, ഏതിലും കുട്ടി ആ ടെക്സ്റ്റ് വായിക്കുന്നതിന് മുമ്പേ ജസ്റ്റ് അതിനുള്ളിൽ എന്താണ് ഉള്ളത്, എന്തൊക്കെയാണ് അതിന്റെ കോണ്ടന്റ്, സബ് ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, ന്യൂ ടേംസ് എന്തൊക്കെ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫുള്ള് വായിക്കണം. വായിക്കേണ്ടി വരും. നമ്മൾ ആദ്യം അത് റെഫർ ചെയ്യണം. എന്നിട്ട് അതിലുള്ള ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ട് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അവർ ആ ടെക്സ്റ്റ് വായിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കണേ. അല്ലെ, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ, കണക്റ്റഡ് ആവൂലേ? ഇനി റീഡിങ് പ്രോസസ്സാണ് കേട്ടോ. റീഡ് ഈച്ച് ഓഫ് ദ പാരഗ്രാഫ്. അവൾ പറയേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ പാരഗ്രാഫും എല്ലാ ടേംസും വായിക്കണം. വളണ്ടറി റീഡിങ് എന്നാണ് പറയേണ്ടത്. നോ ദ ഐഡിയ ദാറ്റ് ഈച്ച് പാരഗ്രാഫ് റിവീൽ. ഓരോ പാരഗ്രാഫിലും എന്താണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്ന് പറയണം. ദെൻ സബ് ടോപ്പിക് ഷുഡ് ബി വെൽ അണ്ടർസ്റ്റുഡ്. അതിൽ പറയുന്ന ഓരോ സബ് ടോപ്പിക്കും എന്താണെന്ന് മനസ്സിലാക്കി എന്ന് ഉറപ്പുവരുത്തണം. സെൻസിങ് വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കുഡ് ബി ആസ്ക്ഡ്. ഇനി ഇതിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ പറയണം. പരീക്ഷയ്ക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഇത് ആ റീഡിങ് കഴിഞ്ഞാലേ ഒരു ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് വയ്ക്കുന്ന ഒരു പിന്നെ പ്രോസസ് ഉണ്ട്. അഥവാ റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറയും, അതല്ലെങ്കിൽ സ്കഫോൾഡ് റീഡിംഗ് എന്നൊക്കെ പറയും. അപ്പം ആ സമയത്ത് ടീച്ചർ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഉള്ളത് ഒരു ഇന്ററാക്ഷൻ ആണ് അവിടെ. അതെന്ത് ചെയ്യണം, കുട്ടി മുൻകൂട്ടി കണ്ടിട്ട് മനസ്സിലാക്കണം. ആൻഡ് വൺസ് അഗെയിൻ ദ കോണ്ടന്റ് അണ്ടർ ഈച്ച് സബ് ടോപ്പിക് ഷുഡ് ബി റെഡ്. അപ്പൊ മെയിൻ ടോപ്പിക് ആൻഡ് സബ് ടോപ്പിക് ഒക്കെ കുട്ടി കൃത്യമായിട്ട് വായിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് റീഡിംഗ് പ്രോസസ്സിൽ നടക്കുന്നത്. ഇനി പോസ്റ്റ് റീഡിംഗ് പ്രോസസ്സിൽ എന്താ നടക്കുക? ഇറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റേജ്. പോസ്റ്റ് റീഡിംഗ് കുട്ടി വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഇവിടെ എന്ത് ചെയ്യണം, ആ വായിച്ച കോണ്ടന്റിനെ കുട്ടിയുടെ മെമ്മറിക്ക് എത്തിക്കണം, കുട്ടിക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആക്കണം, അല്ലെ? അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അവരോട് വേണമെങ്കിൽ ഫോമിങ് ദ സമ്മറി ഓഫ് ദ ലെസൺ. ഇപ്പം നമ്മൾ എന്ത് വായിച്ചു അത് സമ്മറൈസ് ചെയ്യാം. ടീച്ചർ സമ്മറൈസ് ചെയ്യാം, കുട്ടികളെ കൊണ്ട് സമ്മറൈസ് ചെയ്യിപ്പിക്കാം, കുറച്ച് സമ്മറൈസ് ചെയ്യിപ്പിക്കാം, ഓരോരോ പാരഗ്രാഫിന് സമ്മറി ചോദിക്കാം. ആ രൂപത്തിൽ അവരിലേക്ക് അത് എത്തിക്കണം. സോ പിന്നെ ദ ഇമ്പോർട്ടന്റ് ഡയഗ്രാം ദാറ്റ് കുഡ് ഫൈൻഡ് പ്ലേസ് ഇൻ ദ സമ്മറി ഓഫ് ദ ലെസൺ. അഥവാ നമുക്കതിൽ വ്യത്യസ്തമായ ഡയഗ്രാംസ് ഒക്കെ, വെൻ ഡയഗ്രാം, ഫ്ലോ ഡയഗ്രാം, ചെയിൻ ഡയഗ്രാം, സീക്വൻഷ്യൽ ഡയഗ്രാം, കോൺസെപ്റ്റ് മാപ്പ്, ദാറ്റ് മീൻസ് അതിന്റെ ഒരു കണക്ഷൻസ് കാണിക്കുന്ന ഡയഗ്രാംസ് ഒക്കെ വേണമെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഫ്ലോ ചാർട്ട് പോലെ ഫ്ലോ ഡയഗ്രാമോ അല്ലെങ്കിൽ ചെയിൻ ഡയഗ്രാമോ ഒക്കെ ഇങ്ങനെ നമുക്ക് വരച്ചു കൊടുത്തിട്ട് കുട്ടിക്ക് അതിന്റെ കോൺസെപ്റ്റ് എത്തിച്ചു കൊടുക്കാം. പിന്നെ അടുത്തൊരു സ്ട്രാറ്റജിയാണ് SQ3R സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല് സർവേ, ക്വസ്റ്റ്യനിങ്, റീഡ്, റിസൈറ്റ്, റിവ്യൂ എന്ന് പറയുന്നതാണ് SQ3R എന്ന് പറയുന്ന സ്ട്രാറ്റജി. ഒന്ന് സർവേ ആണ്, അഥവാ നമ്മൾ വായിച്ചു കഴിഞ്ഞ ഒരു കോണ്ടന്റിനെ കുറിച്ചിട്ട് കുട്ടിയോട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അല്ലെങ്കിൽ അവരുമായി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക, ഒരു ഇന്ററാക്ഷൻ നടത്തുക. രണ്ട് ക്വസ്റ്റ്യനിങ് ആണ്, ദാറ്റ് മീൻസ് റൈസിങ് ക്വസ്റ്റ്യൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്കഫോൾഡഡ് റീഡിംഗ് എന്നാണ് അതിന് പറയാം. ഓക്കെ, അതല്ലെങ്കിൽ കോംപ്രഹെൻസിബിൾ റീഡിംഗ്, കോംപ്രഹെൻസീവ് റീഡിംഗ് എന്നൊക്കെ പറയാം. പിന്നെ റീഡ് എന്നുള്ളതാണ്, അഥവാ വീണ്ടും അവരെ കൊണ്ട് എന്ത് ചെയ്യാണ് ഈ ക്വസ്റ്റ്യൻസിന് ഹലോ കട്ടായോ? ഒരു കോള് വന്നിരുന്നു. ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോ അവർക്കൊരു സെക്കൻഡ് ആൻഡ് തേർഡ് റീഡിംഗ് അവിടെ പോസിബിൾ ആണ്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അവരെന്ത് ചെയ്യണം, ദേ ഷുഡ് റെഫർ ദ ടെക്സ്റ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് അവർ ആൻസർ നോക്കിയാണ് പറയേണ്ടത്. ഞാൻ ഈ പ്രോസസ്സ് മനസ്സിലായോ? കുട്ടികൾ പാരഗ്രാഫ് വായിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് നല്ല ഐഡിയ കൊടുക്കും. ദെൻ അവർ ഓരോ പാരഗ്രാഫും കൃത്യമായിട്ട് വായിക്കും. അതിനുശേഷമുള്ള സ്റ്റെപ്പാണ് പോസ്റ്റ് റീഡിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, അവരിൽ ഒരു ഇന്ററാക്ഷൻ നടത്തുന്നു, കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ആൻസറുകൾ അവർ എന്ത് ചെയ്യാണ് നോക്കി അവർ കണ്ടെത്തുകയാണ്. അപ്പൊ അതിന് വേണ്ടി അവർ വീണ്ടും വായിക്കും. ഓക്കെ, ദെൻ റിസൈറ്റ് ആണ്, റിപ്പീറ്റിംഗ് ദ ആൻസർ ആൻഡ് ഫൈൻഡ് പ്ലേസ് ഇൻ ഈച്ച് സബ് ടോപ്പിക് ഓഫ് ദ ലെസൺ. അതിൽ ഓരോ സബ് ടോപ്പിക്കും അവർ എന്ത് ചെയ്യണം, ഒന്നുകൂടിയും റീവിസിറ്റ് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, ലാസ്റ്റ് റിവ്യൂവിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് ദ സമ്മറി ഓഫ് ദ ലെസൺ. ഇന്ന് എന്താ പഠിച്ചേ, ഈ കണ്ടന്റിൽ എന്താ ഉള്ളത് എന്നുള്ള ഒരു റിവ്യൂ ആൻഡ് അല്ലെങ്കിൽ സമ്മറി അവർ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇത്രയ്ക്ക് ചെയ്താൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പഠിപ്പിച്ച ആ ഒരു ഭാഗത്തു നിന്ന് അവർക്ക് എന്തുണ്ടാവും, ഒരു നല്ല ഐഡിയ ഉണ്ടായിരിക്കും. Then strategies for developing reading in content area. Social science, science, maths. ഇതിനുള്ളത് ഇങ്ങനെ ഓരോരോ ഡിസിപ്ലിൻസിനെ പറയാണ് കേട്ടോ. ഇത് പിന്നെ നിങ്ങളുടെ ഡിസിപ്ലിൻസിന്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്താൽ മതിയാവും തോന്നുന്നു. സെലക്ടിങ് ദ അപ്രോപ്രിയേറ്റ് ബുക്ക് ആൻഡ് റീഡിങ്. ഏത്
ഇപ്പൊ സോഷ്യൽ സയൻസ് ആവട്ടെ, സയൻസ് ആവട്ടെ, മാത്സ് ആവട്ടെ, ആരാണെങ്കിലും അപ്രോപ്രിയേറ്റ് ബുക്ക് ആൻഡ് അപ്രോപ്രിയേറ്റ് കണ്ടന്റ് സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റുഡന്റ് കോർഡിനേറ്റിംഗ് ഹിസ് റീഡിംഗ് പ്രോഗ്രാം വിത്ത് കോണ്ടന്റ് ടീച്ചിങ് ഇൻ ദ ക്ലാസ് റൂം ടീച്ചിങ്ങുമായിട്ടും കോണ്ടന്റ് ഏരിയാസ്, അതുമായി ബുക്ക്, ഇതൊക്കെ കണക്ട് ചെയ്യണം ഒരു കുട്ടി. ആ കുട്ടിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ആക്ച്വലി ആ ബുക്കിനെയും ആ ക്ലാസ്സിനെയും ആ കോണ്ടന്റിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. Then identifying standardized test items that find place in each one area. Identify standardized test items. അങ്ങനത്തെ ടെസ്റ്റോ ഇക്വേഷൻസോ അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. ദെൻ SQ3R സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി ഇതിൽ റീഡിംഗ് സ്ട്രാറ്റജി ഫോർ മാത്തമാറ്റിക്സ് ആണ്. നമുക്കറിയാം മാത്തമാറ്റിക്സിൽ കുറച്ചുകൂടി മീനിങ് ഫുൾ റീഡിങ് വളരെ അത്യാവശ്യമാണ്. കാരണം അതിലുള്ള ഇക്വേഷൻസും ബാക്കി കാര്യങ്ങളും ഉണ്ടാകും. സോ സ്റ്റുഡന്റ് മസ്റ്റ് ബി ടോട്ട് ദാറ്റ് ലാംഗ്വേജ് യൂസ്ഡ് ഇൻ മാത്തമാറ്റിക്സ് ക്ലാസ് ഈസ് ടെക്നിക്കൽ ജാർഗൺ ഈവൻ ദോ ഇറ്റ് മേ ലുക്ക് ലൈക്ക് റെഗുലർ ഇംഗ്ലീഷ്. അപ്പൊ അതിൽ എന്താ പറയുക, ടെക്നിക്കൽ ടേംസ് ഉണ്ടാകും. ആ ടെക്നിക്കൽ ടേംസ് കുട്ടി നിർബന്ധമായിട്ടും മനസ്സിലാക്കി എന്നുള്ളത് ഈ മാത്തമാറ്റിക്സ് റീഡ് ചെയ്യുമ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യണം, നമ്മൾ ടീച്ചേഴ്സ് ഉറപ്പിക്കണം എന്നുള്ളതാണ്. ദെൻ അതിൽ ഉപയോഗിക്കേണ്ട കുറച്ച് സ്ട്രാറ്റജീസ് പറഞ്ഞത് സാമ്പിൾ ഫ്രെയർ മോഡൽ ഓഫ് ഇല്ലുസ്ട്രേറ്റിംഗ് കോൺസെപ്റ്റ്. അഥവാ ദ ഡെഫിനിഷൻ ഫോർ എ കോൺസെപ്റ്റ് ഈസ് ഗിവൺ വിത്ത് വേരിയസ് ഇല്ലസ്ട്രേഷൻസ്. നമ്മൾ കുട്ടി പഠിക്കാൻ സാധ്യതയുള്ള ഡെഫിനിഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, കുറെ ഉദാഹരണ സഹിതം കുട്ടിക്ക് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ ഡെഫിനിഷന്റെ ഓരോരോ ഫീച്ചേഴ്സ്, ഓരോ ലെറ്റേഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശരിക്കും കൊടുക്കുക. ദെൻ സെമാന്റിക് ഫീച്ചേഴ്സ് അനലൈസിംഗ് ഗ്രിഡ് എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് ഫോർ കമ്പയറിംഗ് ഫീച്ചേഴ്സ് ഓഫ് മാത്തമാറ്റിക്കൽ ഒബ്ജക്ട് ബിലോങ്ങിങ് ടു ദ സെയിം കാറ്റഗറി. അഥവാ ഒരേ കാറ്റഗറിയിൽ വരുന്ന ഫീച്ചേഴ്സ് ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരുമിച്ച് കൊടുക്കുക എന്നൊക്കെയാണ്. അഥവാ കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കുക. ഇത് ഇന്ന സെയിം കാറ്റഗറിയാണ്, ഇത് സെയിം കാറ്റഗറിയാണ്, അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടൊക്കെ അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നൊക്കെ അതിൽ പറയുന്നുള്ളൂ. ഇനി സയൻസിലുള്ള റീഡിങ്, ഡെവലപ്പിംഗ് റീഡിങ് ദ കോണ്ടന്റ്. സയൻസ് പഠിക്കുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ റിപ്പീറ്റിംഗ് തന്നെയാണ് കേട്ടോ. സോ റീഡ് ദ ഇൻഫർമേഷൻ ഫുള്ളി റിലേറ്റഡ് ടു ദ കോൺസെപ്റ്റ്. ഫുള്ളായിട്ട് വായിക്കണം. അഥവാ ലാംഗ്വേജിന്റെ പോലെയല്ല, സയൻസ് പറഞ്ഞാൽ ഓരോ ടേമും ഓരോ സെന്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് ഫുള്ളി വായിക്കണം. ദെൻ ഡിസ്ക്രൈബ് ദ പ്രൊസീജിയേഴ്സ് വിത്ത് ഡയഗ്രാംസ് ടു എക്സ്പെരിമെന്റ്, ഡിഫൈൻ ദ ടേംസ്, ലോ, പ്രിൻസിപ്പിൾസ്. കാരണം അതിൽ എക്സ്പെരിമെന്റ് ഉണ്ടാവും, ടേംസ് ഉണ്ടാവും, ലോസ് ഉണ്ടാവും, പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യണം, ശരിക്കും ഡിഫൈൻ ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അതിന്റെ സബ്ജക്ട് സ്പെസിഫിക് വെക്കാബുലറീസ് ഉണ്ടാവും, ടെക്നിക്കൽ ടേംസ് ഉണ്ടാകും, അതിന് കൃത്യമായിട്ട് പഠിക്കണം. ഡിറൈവ് ഇക്വേഷൻസിന് ശരിക്കും പഠിക്കണം. ഇങ്ങനെ ആണ് എന്ത് ചെയ്യേണ്ടത്, സയൻസ് വായിക്കേണ്ടതെന്നാണ് പറയണത്. അതുപോലെ തന്നെ എക്സ്പോസിറ്ററി ഇൻ നാച്ചർ ആണ്. ഹൈലി ടെക്നിക്കൽ ടേംസ് ഉണ്ടാകും, ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ടാകും, അതൊക്കെ വായിക്കണം. അതുപോലെ തന്നെ സ്കിൽസ് ലൈക്ക് ഒബ്സർവിങ്, ഇൻഫറിങ്, ക്ലാസിഫൈങ്, ഇന്റർപ്രറ്റിംഗ് ഡാറ്റ, കമ്പയറിങ്, കോൺട്രാസ്റ്റിംഗ്, ലിങ്കിങ്, കോസ് ആൻഡ് എഫക്റ്റ്, ഇങ്ങനെയുള്ള കുറെ സ്കില്ലുകൾ അപ്ലൈ ചെയ്യേണ്ടതാണ് സയൻസ് റീഡിംഗ് എന്ന് പറഞ്ഞാല്. അപ്പൊ സയൻസിൽ എന്തുണ്ടാവും, കുറെ ഒബ്സർവ് ചെയ്യാനുണ്ടാവും, ക്ലാസിഫൈ ചെയ്യാനുണ്ടാവും, ഇന്റർപ്രറ്റ് ചെയ്യാനുണ്ടാവും, കമ്പയർ ചെയ്യാനുണ്ടാവും, കോൺട്രാസ്റ്റ് കാണാനുണ്ടാവും. ഇതൊക്കെ സയൻസ് റീഡിങ്ങിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ഫോർ ഡെവലപ്പിംഗ് റീഡിംഗ് ദ കോണ്ടന്റ് ഏരിയ ഇൻ സയൻസ് ഇൻക്ലൂഡ്. ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് ഉണ്ടാവും, എങ്ങനെയാണ് സയൻസ് പഠിക്കണ്ടേ എന്നുള്ള. അതിൽ കമ്പാരിസൺ മെട്രിക്സ്, അഥവാ രണ്ട് ടേബിൾസ് തമ്മിൽ റോയും കോളം ഉണ്ടാകുമ്പോൾ അതിന് കമ്പയർ ചെയ്യാനുണ്ടാകും. അതുപോലെ തന്നെ KWL ടെക്നിക്ക് ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ പറയുന്നു നോ, നമുക്ക് എന്തറിയാം. അതുപോലെ തന്നെ വാട്ട് ടു ലേൺ, എന്തറിയണം. അതിന് വാട്ട് ഡിഡ് വി ലേൺ, നമ്മൾ എന്ത് പഠിച്ചു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം, ആ ഒരു ടെക്നിക്കൊക്കെ സയൻസിൽ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ആന്റിസിപ്പേഷൻ ഗൈഡ് ഉദ്ദേശിക്കുന്നത് നമ്മൾ വായിക്കുന്നതിന് മുമ്പും വായിക്കുമ്പോഴും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെന്റുകൾ നോട്ട് ചെയ്യണം. അത് എന്തൊക്കെ വായിച്ചു, ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്തോ, ഇതിന്റെ ഞാൻ എന്താന്നുള്ള മനസ്സിലാക്കിയോ എന്നൊക്കെ പറഞ്ഞ് ടിക്ക് ചെയ്തിട്ട് നമ്മൾ കോളംസ് ആക്കിയിട്ട് ടിക്ക് ചെയ്ത് പോവാന്നാണ് പറയുന്നത്. അഥവാ എങ്ങനെയാണ് ഈ ടെക്സ്റ്റ് വായിച്ചത്, അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ആ ടെക്സ്റ്റ് നമുക്ക് എന്ത് മനസ്സിലായി, ഇന്ന കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ, ഇത് അണ്ടർസ്റ്റാൻഡബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്തിട്ട്. പിന്നെ റീഡിംഗ് ടെക്സ്റ്റ് കാർഡ്സ് യൂസിങ് ഡിഫറെന്റ് ഫോർമാറ്റ് ലൈക്ക് ട്രൂ, ഫാൾസ്, എഗ്രി, ഡിസഗ്രി. അഥവാ നമ്മളിപ്പോ ഒരു ഇത് വായിച്ചിട്ട് അതെന്താണ്, ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ, അല്ലെങ്കിൽ എഗ്രി ആണോ ഡിസഗ്രി ആണോ എന്നൊക്കെയുള്ള തരത്തിൽ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ നോളജ് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാൻ. അതുപോലെ തന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, നമ്മൾ എന്ത് ചെയ്യുക, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ഉള്ളത് ഫില്ല് ചെയ്ത് നോക്കുക. ഇതൊക്കെ സാധാരണ എല്ലാത്തിനുള്ളത് തന്നെയാണ്, എങ്കിലും ഇതിലിങ്ങനെ പ്രത്യേകം പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചതാണ്. പിന്നെ സോഷ്യൽ സ്റ്റഡീസ് എങ്ങനെയാണ് പഠിക്കേണ്ടതാണ് ഇതിൽ പറയുന്നത്. അഥവാ സോഷ്യൽ സ്റ്റഡീസ് എപ്പോഴും എക്സ്പോസിറ്ററി ആണ്.
കാരണം ഇഷ്ടംപോലെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിൽ ടെക്നിക്കൽ ടേംസ് കുറവായിരിക്കും. സയൻസിലും ഫിസിക്സിലും ഒക്കെ ടെക്നിക്കൽ ടേംസ് കൂടുതലായിരിക്കും. സോഷ്യൽ സ്റ്റഡീസിൽ ടെക്നിക്കൽ ടേംസ് ഉണ്ടാവില്ല, പക്ഷെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ തിങ്ക്, പെയർ ആൻഡ് ഷെയർ, ഇതൊരു റീഡിങ് സ്ട്രാറ്റജിയാണ്. ആക്ച്വലി നമുക്ക് എന്താണോ നമ്മളെല്ലാവരും ചിന്തിക്കുക, നമ്മുടെ എല്ലാവരുടെയും ആശയങ്ങൾ ഷെയർ ചെയ്യുക. നമ്മൾ ആദ്യം പെയർ ചെയ്യുക, ഗ്രൂപ്പുകളാക്കുക, ഷെയർ ചെയ്യുക. അതാണ് തിങ്ക്, പെയർ, ഷെയർ എന്നുള്ള സ്ട്രാറ്റജി. അത് ഉപയോഗിക്കണം എന്നാണ് ഇതിന് പറയുന്നത്. അതുപോലെ തന്നെ ടീച്ചർ എന്ത് ചെയ്യണം? പുട്ട് ഫോർത്ത് എ ക്വസ്റ്റ്യൻ, എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചു കൊടുക്കണം. എൻ്റെ ക്ലാസ്സിലൂടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കൊടുക്കണം. അവരെന്ത് ചെയ്യട്ടെ? തിങ്ക് ചെയ്യണം, പെയർ ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സ്റ്റുഡൻസ് ആർ പെയർഡ്, കുട്ടികളെ പരസ്പരം ഗ്രൂപ്പ് ആക്കുക, പെയർ ആക്കുക, അവരോട് കുറെ ക്വസ്റ്റ്യൻസ് കൊടുക്കുക. അവരെന്ത് ചെയ്യണം? അവരുടെ ക്വസ്റ്റ്യൻസ് പെയറിനോട് ഡിസ്കസ് ചെയ്യുക, അവരുടെ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുക. അങ്ങനെ ഈച്ച് വൺ ഇൻ ഈച്ച് പെയർ ഈസ് അലൗഡ് ടു പ്രസന്റ് ഹിസ് ആൻസർ ടു ദ എൻറ്റയർ ക്ലാസ്. ഓരോരുത്തരും എന്ത് ചെയ്യണം? ക്ലാസ്സിൽ അവരുടെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു മൊത്തം യൂണിറ്റിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. അപ്പം ഇതിന്റെ ഒരു ഹലോ കേക്കില്ലേ? ലാംഗ്വേജ് റിലേറ്റഡ് ഇഷ്യൂസ് എന്നാണ് ഇതിന്റെ ഒരു ടേം എങ്കിലും ലാംഗ്വേജ് എങ്ങനെ പഠിക്കുക, അത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് ലാംഗ്വേജ് ഇഷ്യൂസ് അല്ല ഈ ഒരു യൂണിറ്റിൽ ഉള്ളത്, പക്ഷെ എന്നാലും എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാം എന്നുള്ള ചെറിയ ചെറിയ ടേംസ് മാത്രമേ കൊടുക്കുകയുള്ളൂ. സോ എനിവേ ഇറ്റ് വാസ് ദ ലാസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്നുള്ള പേപ്പറിന്റെ ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ആണ് നമ്മൾ കണ്ടത്. സോ ഇതോടുകൂടി നമ്മുടെ എല്ലാ യൂണിറ്റുകളും തീർന്നിട്ടുണ്ട്. ഇനി പെഡഗോജി മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ റീഡിങ് കോംപ്രഹെൻഷൻ ആ ടേമിന് ഞാൻ കടമെടുക്കുകയാണ്. കാരണം റീഡ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലേക്ക് വായിക്കാം. നിങ്ങളെ മുന്നിൽ ഒരു പുക തരാനോ അതല്ലെങ്കിൽ ചില തോട്ട്സ് തരാനോ അതല്ലെങ്കിൽ നിങ്ങളെ റാൻഡം റാമിലേക്ക് അതല്ലെങ്കിൽ എന്താ പറയാ നമ്മളെ താൽക്കാലിക മെമ്മറിക്ക് കുറച്ച് കണ്ടന്റ് എത്തിക്കാൻ മാത്രമേ ടീച്ചിങ്ങിന് പറ്റുള്ളൂ. ഇനി പെർമനന്റ് മെമ്മറി റോമിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെങ്കിൽ, പെർമനന്റ് മെമ്മറിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെങ്കിൽ, അണ്ടർസ്റ്റാൻഡബിൾ ആവണമെങ്കിൽ യു ഷുഡ് ഡിസൈഡ്. ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഓക്കെ, സോ സ്റ്റഡി വെൽ ആൻഡ് പ്രിപ്പയർ വെൽ ആൻഡ് അറ്റൻഡ് ദ എക്സാം വിത്ത് കോൺഫിഡൻസ്. വളരെ അഭിമാനത്തോടും കോൺഫിഡൻസും ആയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റണം. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്.